പരിപാലി ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി വലിയ വീര്യപ്രവർത്തികളെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നല്ലോ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടുന്നല്ലോ. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ വീര്യപ്രവർത്തികൾ ഇന്ന് തന്നെ ചെയ്യും. ആമേൻ. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്നുള്ള അന്യഭാഷാ പ്രാർത്ഥനയായിരുന്നു. ശനിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം 3 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ ചുരുക്കം ഒരു ഷോർട്ട് നോട്ടീസ് ആണെങ്കിൽ പോലും കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളെല്ലാവരും ആ ഉറക്കം ഉണർന്ന് പ്രാർത്ഥിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ആ സമയത്ത് പ്രത്യേകിച്ച് ഞായറാഴ്ച ഒരു അവധിയുള്ള ദിവസം പോലും ആ 3 മണിക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ. ദൈവം ഓരോരുത്തരെയും ബലം തന്നല്ലോ. ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർച്ചയായി കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. ഇന്നും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിൻ്റെ നിയോഗപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനചിന്ത കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നീട് പറയാനിടയായി തീർന്നു. പ്രാർത്ഥനയെപ്പറ്റി എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതായിരുന്നു. പത്രോസ്ലീഹ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന പത്രോസ്ലീഹായിനെ പ്രാർത്ഥനയിലൂടെ എന്ത് ചെയ്തു? അവർ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നും പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിവുള്ളതാണെന്നും അകത്ത് കിടന്ന പത്രോസ്ലീഹായിനെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഇടയായി തീർന്നുവെന്ന് നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നു. അത് വലിയൊരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ അകത്ത് നിരാശകൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ ഒരു തടസ്സമല്ല അത്. പകരം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തരുന്നുണ്ട്. ധൈര്യപ്പെടുക, ശക്തിപ്പെടുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് വേഗത്തിലൊരു വാക്യം വായിച്ച് നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടൊരു വാക്യം നമുക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്തൊരു വാക്യം എൻ്റെ ഉള്ളത്തിൽ വന്നൊരു വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അതിനുശേഷം അബ്രഹാമിന് യഹോവയുടെ ഒരു അരുളിപ്പാട് അവിടെ ഉണ്ടായി. നോക്കിയാണ് ആ വാക്ക് കണ്ടണം. അബ്രഹാമിന് യഹോവയുടെ ഒരു അരുളിപ്പാട്, ഒരു ദർശനം അവിടെ ഉണ്ടായി. ആ ദർശനം ഇങ്ങനെയാണ്. നിങ്ങൾ ആ വാക്ക് കാണാൻ പറ്റും. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നിങ്ങൾ ആ വാക്ക് കണ്ടോ? അബ്രഹാം പിതാവിനോട് ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ്. അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ an exceeding great reward, I am thy shield and thy exceeding great reward എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വോളിയം കുറവാണോ? സൗണ്ട് കുറവാണോ? ശബ്ദം കുറവുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ?
അപ്പോൾ എല്ലാവർക്കും സൗണ്ട് കുറവില്ലാത്തതുകൊണ്ട്, ചിലർക്ക് മാത്രമേ സൗണ്ട് ഇല്ലാതെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് ആ ലിങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വിഷയം എല്ലാവർക്കും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരിക്കാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ദൈവത്തിൻ്റെ വാക്ക് അവിടെ വെളിപ്പെടുന്നു. അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്വമേറിയ പ്രതിഫലം ആകുന്നു. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ദൈവം അവിടെ അബ്രഹാം പിതാവിനോട് സംസാരിക്കുന്ന വാക്കുകളാണ്, ഞാൻ നിൻ്റെ അതിമഹത്തായ പരിചയമാകുന്നു, ഞാൻ നിൻ്റെ പ്രതിഫലം ആകുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം നമുക്ക് പരിചയമായി വെളിപ്പെട്ട് നിൽക്കും. നോക്കിക്കേ, ദൈവം പറയുന്നത്, ഞാൻ നിൻ്റെ അതിമഹത്തായ പരിചയമാകുന്നു. ആമേ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ദൈവം നമുക്കൊരു ഷീൽഡായി വെളിപ്പെടുന്നു. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. വിശ്വാസ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രത്യേകത അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യാത്തവരല്ലോ. നോക്കിയേ, 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നാമല്ലോ പരിച്ഛേദനക്കാർ. 2, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും. 4 കാര്യമാണ്, ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യാത്തവർ. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ആ വാക്ക് കൊണ്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് നമ്മൾ കർത്താവിൽ എന്ത് ചെയ്യുന്നത്. അവിടെ വാക്കിങ്ങനെയാണ്, ഈ ജഡത്തിൽ ആശ്രയിക്കുക എന്നുള്ള വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ്, നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, പകരം നമ്മുടെ സ്വയം കഴിവിൽ, നമ്മുടെ പ്രാപ്തിയിൽ നാം എന്ത് ചെയ്യാറില്ല, കോൺഫിഡൻസിൽ ആശ്രയിക്കുക എന്നുള്ളതിലേക്ക് വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് കോൺഫിഡൻസ്. പലപ്പോഴും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരിക്കലും നമ്മളിലൊരു കോൺഫിഡൻസ് ക്രിസ്തു ജീവിതത്തിൻ്റെ അകത്ത് വരരുത്. നമുക്കത് കഴിയുമെന്നോ നമ്മളെക്കൊണ്ട് പറ്റുമെന്നോ, അതായത് ദൈവത്തെ കൂടാതെ നിങ്ങൾക്കത് കഴിയുമെന്നൊരു ചിന്ത വരരുത്. എപ്പോഴും ഓർത്തോണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ എണീറ്റ് വൈകുന്നേരം ഞാൻ കിടക്കുന്നത് വരെ ദൈവം എന്നെ കരുതിയത് കൊണ്ടാണ് നടക്കുന്നത്. ആമേൻ. ഞങ്ങളുടെ എപ്പോഴും പറയത്തില്ല, എല്ലാ ദിവസവും പ്രഖ്യാപിക്കണം, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. ഞാനിതിൻ്റെ സീക്രട്ട് പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഒത്തിരി ദൈവദാസന്മാരുടെ ശരീരത്തിൽ രോഗങ്ങൾ കയറാതെ വണ്ണം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. അറിയാവോ? നമ്മൾ ഈ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങൾ ഒരു വചനം പ്രഖ്യാപിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന എനർജി അഥവാ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കും. ആമേൻ. വചനം ഒരു വ്യക്തി പറയുവാൻ തുടങ്ങിയാൽ ഈ വചനത്തിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. ഈ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ എത്രത്തോളം നിങ്ങൾ വചനം പറയുകയോ അത്രത്തോളം ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങും. നോക്കിക്കേ, ഈ വാക്കുകൊണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആമേൻ. ആ വാക്കുകൊണ്ടോ, നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. എനിക്ക് അതിൻ്റെ അകത്തൊരു കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവേശുവിൽ ഞാൻ പ്രശംസിക്കുന്നു. എങ്ങനെ? എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം. ആമേൻ. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ ദിവസവും എണീക്കുമ്പോൾ കർത്താവ് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഇന്നത്തെ എൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ പറഞ്ഞു തരാം. ഈ വാക്കുകൊണ്ടോ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആമേൻ. അപ്പം ദൈവം എനിക്കൊരു പരിചയമാണെന്ന് അബ്രഹാമിലൂടെ ദർശനം. പരിചയം എന്ന് പറഞ്ഞാൽ ഷീൽഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ. നമുക്കറിയാം, സമയത്തൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ ഷീൽഡ് ഉപയോഗിക്കാറില്ല. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് ഈ പോലീസുകാരൊക്കെ ലാത്തി ചാർജിൻ്റെ സമയത്ത് കാണാൻ പറ്റും അല്ലേ. അവരൊരു ഷീൽഡ് കൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഷീൽഡ് കൊണ്ട് എതിരെ വരുന്ന ആളുകളെ തടയാൻ പറ്റുന്നുണ്ടല്ലേ.
എന്താ ഷീൽഡ്? അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അവരുടെ ശരീരത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ആ ഷീൽഡ് ഉപയോഗിച്ച് അവരുടെ ശരീരത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ അബ്രഹാമേ, ഞാനാണ് നിന്റെ അതിമഹത്തായ പരിച. അതിൻ്റെ അർത്ഥം അബ്രഹാമിനെ ദൈവം ഓർമ്മപ്പെടുത്തുവാണ്, ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അബ്രഹാമേ നീ നടക്കുന്നത്. ഞാൻ നിനക്ക് പരിച പോലെ നിൽക്കുന്നത് കൊണ്ടാണ്. ദുഷ്ടൻ്റെ തീയമ്പുകൾ ഒത്തിരി വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഭവിക്കുന്നുണ്ട്. പല വിഷയങ്ങൾ നമ്മൾ കാണുന്ന വിഷയമല്ലേ പലപ്പോഴും നിങ്ങൾ പറയുന്നത്, ബ്രദറെ ഇന്നയാൾ, ഇന്ന വ്യക്തി, ഇന്ന ആളുകൾ, പൈശാചിൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നത് പലതുകൊണ്ടല്ലേ നമ്മൾ പറയാം. കാണാത്ത എത്രയോ വിഷയങ്ങളുണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾ ഓർത്തോണം. ഇപ്പം നമ്മൾ ഈ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. വിശ്വാസ ജീവിതം പ്രഖ്യാപനത്തിൻ്റെ ജീവിതമാണ്. ആമേൻ. വിശ്വാസിയായി ഒരു യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം, യേശുവിനെ കർത്താവ് കൊണ്ട് നാം വായ കൊണ്ട് ഏറ്റു പറയണം. ഏറ്റു പറയുക, ശ്രദ്ധിച്ചോണം, ഏറ്റു പറയുക. ഏറ്റു പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. പല ആവർത്തി നമ്മൾ ഏറ്റുപറച്ചിലിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു വചനം പറയുമ്പോൾ ഈ വചനത്തിൻ്റെ അകത്തൊരു എനർജിയുണ്ട്, വചനത്തിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. ഈ ശക്തി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, എസെക്കിയേലിനെ അസ്ഥിത്താഴ്വരെ കൊണ്ടുവന്നൊരു ദർശനമാണ് അദ്ദേഹം കാണുന്നതെങ്കിൽ പോലും, ആ ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ പറ്റിയുള്ളത് ആ ദൈവത്തിൻ്റെ ദർശനമെങ്കിൽ പോലും, ആ വചനം പറയുന്ന സമയത്ത് എന്തുണ്ടാവുകയാണ്? അവിടെ അസ്ഥിയോടിങ്ങനെ ചേരുകയാണ്. അവിടെ മാംസമുണ്ടാകുന്നു, അവിടെ ഞരമ്പുകളുണ്ടാകുന്നു, അതെല്ലാം ഒരു സൈന്യമായി മാറുന്നു. അപ്പോൾ വചനത്തിൻ്റെ അകത്തൊരു എനർജി വ്യാപരിക്കുന്നുണ്ട്. വചനത്തിൻ്റെ അകത്തെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പം നിങ്ങൾ വചനം പറയും തോറും ഈ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കും. ആമേൻ. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും പറയുകയാണ്, ദൈവം എനിക്ക് പരിചയമായിട്ടിരിക്കുന്നു, ദൈവം എന്നെ സൂക്ഷിക്കും, ദൈവം എനിക്ക് പരിചയമായിട്ടിരിക്കുന്നു, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി അഥവാ എനർജി നിങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് ഇതൊരു ഷീൽഡായിട്ട് മാറും. ഇതൊരു പരിച പോലെ നിങ്ങൾക്ക് ചുറ്റും വരും. നോക്കിക്കേ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാവോ? അപ്പോൾ ബ്രദറെ, ഞാനിത് പറഞ്ഞില്ലേൽ എന്താ സംഭവിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസ ജീവിതത്തിൻ്റെ റോമർക്കെഴുതിയ ലേഖനം 10:10 വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം ഏറ്റു പറഞ്ഞ് തുടങ്ങിയ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. എന്തിനാ ഏറ്റു പറയുന്നത്? അപ്പോൾ ആ റോമർ 10:10 വചനം എനിക്ക് രക്ഷയായി മാറുന്നു. ഞാൻ ഏറ്റു പറയുന്നതിലൂടെ എനിക്ക് ആ വചനം രക്ഷയായി മാറുന്നുവെങ്കിൽ ബൈബിളിലെ മുഴുവൻ വചനവും ഏറ്റുപറഞ്ഞാൽ അത് മുഴുവനും എന്നിലേക്ക് പ്രവേശിക്കും. നോക്കിക്കേ, റോമർ 10:10 നമുക്കൊന്ന് വായിച്ചിട്ട് വേഗത്തിലേക്ക് വരാം. അവിടെ പറഞ്ഞ വാക്ക് പരിചിതമായ വാക്യമാണ്, പലതവണ എടുത്തിട്ടുള്ളതാണെങ്കിലും ദൈവം നമുക്കൊരു പരിചയമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന വചനം നിങ്ങൾക്കൊരു പരിചയ പോലെ നിൽക്കും. ആമേ. നോക്കിക്കേ, ഈ വാക്ക് കണ്ടോ? യേശുവിനെ കർത്താവുണ്ട് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കണ്ടോ? അങ്ങനെ ആയിത്തീരും. എങ്ങനെ ചെയ്താൽ? വാഗോണ്ട് ഏറ്റു പറയുമ്പോൾ. ഇനി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ വചനം പലരും പറയും, ബ്രദർ എനിക്ക് അത്ര വിശ്വാസമില്ല. പലരുടെയും ഒരു പരാതിയാണ്, എനിക്ക് അത്രയും വിശ്വാസമില്ല, എനിക്ക് അവരുടെ അത്ര വിശ്വാസമില്ല. വിശ്വാസം വരാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ആർക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടോ? വിശ്വാസം വരാനുള്ള എളുപ്പവഴി ആഗ്രഹമുണ്ട്? എത്ര പേർ കേൾക്കാൻ ആഗ്രഹമുണ്ട്? എനിക്ക് വിശ്വാസം വരണം, എനിക്ക് നല്ലൊരു ഉണ്ട്. ശ്രദ്ധിച്ചോണം, എങ്ങനെ വിശ്വാസം വരുന്നത് കേട്ടോണം. ഇവിടെ നോക്കിക്കോണം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പലരുടെ ഉപദേശമാണ്. പലരും ആൾക്കാരും പറയും വിശ്വസിക്കുക. ഈ പല ആൾക്കാരും, പ്രത്യേകിച്ച് എന്നെ അറിയാവുന്ന വ്യക്തിപരമായിട്ട് നമ്മുടെ സൂം പ്രയറിൽ വല്ലപ്പോഴും കയറുന്ന ആൾക്കാർ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് കയറുന്ന ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മൾ ഈ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ പറയുന്ന ഒരു പരാതിയുണ്ട്, ബ്രദർ എന്തുകൊണ്ട് മാനസാന്തരം പ്രസംഗിക്കുന്നില്ല? ബ്രദർ എന്തുകൊണ്ട് മാനസാന്തരം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചോദ്യമുണ്ടോ? ബ്രദർ എന്തുകൊണ്ട് മാനസാന്തരം പ്രസംഗിക്കുന്നില്ല എന്ന് ആർക്കും ചിന്തയില്ലേ? ആർക്കും കുഴപ്പമില്ല. മാനസാന്തരം എന്തുകൊണ്ട് എപ്പോഴും ഓർത്തോണം, മാനസാന്തരം പ്രസംഗിച്ച് വരേണ്ടതല്ല.
നമുക്കറിയാം മദ്യപാനികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പലയിടങ്ങളിലും ധ്യാന കേന്ദ്രത്തിലും അങ്ങനെയുള്ള അഡീഷൻ സെൻറ്ററിലൊക്കെ ഡീഅഡിഷൻ സെൻറ്ററിലൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രതീക്ഷയോടെയാണ് വീട്ടുകാർ മടങ്ങി വരുന്നത്. അവരവിടെ കൗൺസിൽ കൊടുക്കും. കാരണം ഇത് കഴിച്ചാൽ ക്യാൻസർ വരും, നിൻ്റെ കുടുംബം നശിച്ചു പോകും, നിൻ്റെ കുടുംബം അനാഥമായി പോകും, തലമുറയൊക്കെ അങ്ങനെ ആയി പോകും. ഇതെല്ലാം ക്ലാസ് കേട്ട് 30-40 ദിവസം അവരിങ്ങനെ കഠിന വ്രതത്തിൽ മദ്യപിക്കാതെ ഈ ക്ലാസ് എല്ലാം കേട്ട് ക്യാൻസർ വരുന്നുള്ള പേടിയിലൊക്കെ ഇരുന്ന് മടങ്ങി വരുമ്പോഴേക്കും പിറ്റേച്ച് കൂട്ടുകാരെ കാണുമ്പോഴേക്കും കൈ വരയ്ക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഈ 30 ദിവസം കേട്ട ഉപദേശം എന്ത് ചെയ്യുന്നില്ല, അവരിൽ മാറ്റം വരുത്തുന്നില്ല. കേട്ടോ? അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നതല്ല, മനം തിരിയുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. മാനസാന്തരം ദൈവം തരുന്നതാണ്, ഞാൻ തരുന്നതല്ല. ഞാനിപ്പോൾ പറയാം, സഹോദര മദ്യപിക്കരുത്. ഒരു മദ്യപാനം നിങ്ങളിവിടെ പറയാൻ പറ്റും, മദ്യപിക്കരുത്. അദ്ദേഹം ഒരിക്കലും മദ്യപാനം നിർത്താൻ കഴിയത്തില്ല. കാരണം മദ്യപാനത്തിൻ്റെ പിന്നിലൊരു ദുരാത്മാവുണ്ട്. മദ്യപാനിയാക്കുന്നതിൻ്റെ പിന്നിൽ മദ്യപാനത്തിൻ്റെ ഒരു ദുരാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഒരു വ്യക്തി പാപം ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം ആ വ്യക്തിയെ പാപം ചെയ്യിപ്പിക്കുന്നൊരു ദുരാത്മാവുണ്ട്. അവൻ ഇതേപോലെ ആ മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നയാളാ പരിശുദ്ധാത്മാവ്. ആമേൻ. അപ്പൊ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകും. നമുക്കറിയാം, പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോസ്തല പ്രവൃത്തിയിൽ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കിയിരിക്കുന്നുവെന്ന് യഹൂദ ഗൃഹമൊക്കെയും കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കണ്ടോ? അവരോടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്നാ ചെയ്യണം? ഉടനെ പറഞ്ഞു പത്രോസ് ഒരു കാര്യം ചെയ്യും, കർത്താവിൽ വിശ്വസിച്ചോ. അങ്ങനെ അവർ 3000 പേര് സ്നാനപ്പെട്ടു. കണ്ടോ? പത്രോസ് എന്നാ പറഞ്ഞത്? മാനസാന്തരപ്പെടാനല്ല പറഞ്ഞത്. ആ വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ, അതുവരെ യേശുവിനെ ശിഷ്യന്മാരെ കൊല്ലാതെന്ന യഹൂദന്മാർ 3000 പേര് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തിക്കകത്ത് അവിടെ ഒരു കാരാഗൃഹത്തിൻ്റെ പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെത്താൻ അവിടെയുള്ള എന്താ പറഞ്ഞത്, തടവുള്ളികളെല്ലാം രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോഴേക്കും തന്നെത്താൻ കത്തികൊണ്ട് കുത്താൻ വേണ്ടി നോക്കിയപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, ഈ ഒന്നും ചെയ്യരുതേ, നിനക്ക് ദോഷം വരുത്തരുതേ. ഉടനെ ആ മനുഷ്യൻ ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? കണ്ടോ? തന്നെ മാനസാന്തരം വന്നത് കണ്ടോ? ഉടനെ പൗലോസ് പറയാം, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ? പൗലോസ് അതെന്തുകൊണ്ടാണ് മാനസാന്തരം പ്രസംഗിക്കാഞ്ഞത്? യേശുവിനെ പറ്റി പറയുമ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുവാൻ തുടങ്ങും. തന്നെയാണ് മാനസാന്തരം വരേണ്ടത്. മാനസാന്തരപ്പെട്. യോഹന്നാന്റെ മെയിൻ പ്രസംഗം അതായിരുന്നു, മാനസാന്തരപ്പെട്. ആമേൻ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനം തിരിയുക എന്നുള്ളതാ. മനം തിരിയാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല, മനസ്സിനെ തിരിക്കുവാൻ കഴിയുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ ഈ യേശുവിൻ്റെ വചനം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, വചനത്തിൻ്റെ അകത്തെ ഒന്നാമത്തെ ശക്തിയാണ് വിശ്വാസം. ആമേൻ. വചനത്തിൻ്റെ ഒന്നാമത്തെ ശക്തിയാണ് വിശ്വാസം. ആദ്യം നിങ്ങളിലേക്ക് വിശ്വാസം വരുന്നു. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കണ്ടോ? വചനത്താലും വരുന്നു. അപ്പോൾ വചനത്താൽ വിശ്വാസം വരുന്നു. അപ്പോൾ വിശ്വാസം തരണേ, എൻ്റെ വിശ്വാസം ബ്രദർ, എനിക്ക് ഭയങ്കര വിശ്വാസിയാകണം, ശക്തമായിട്ട് എനിക്ക് ഭയങ്കര കാര്യങ്ങളെ ചെയ്യണം, എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കര വിശ്വാസിയാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസത്തെ നിങ്ങൾ വിളിച്ചു വരുത്തണം. നിങ്ങൾ വചനം പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വചനത്തിൻ്റെ അകത്ത് വിശ്വാസമുള്ളത് കൊണ്ട് ആ വിശ്വാസം നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. അപ്പോൾ എത്രത്തോളം വചനം പറയുന്നു അത്രത്തോളം നിങ്ങളുടെ വിശ്വാസം വലുതായിക്കൊണ്ടേയിരിക്കും. ഇനി ബ്രദർ, ഈ വിശ്വാസം വലുതായാൽ എന്താ ഗുണം ഒന്ന് പറ. വിശ്വാസം വലുതായാൽ എന്താണ് ഗുണം ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആ വിശ്വാസത്താലാണ് അത്ഭുതം നടക്കുന്നത് അല്ലേ? എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസത്താൽ അവരുടെ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, വിശ്വാസത്താൽ. അങ്ങനെ എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ താഴെ മുഴുവൻ കാണാൻ പറ്റും വിശ്വാസ വീരന്മാർ. വിശ്വാസം എവിടെ നിന്ന് കിട്ടി ഇവർക്ക്? നമ്മൾ പറയത്തില്ല, ദൈവമേ അബ്രഹാമിനെ പോലെ എന്നെ വിശ്വാസിയാക്കണമേ. ദൈവം അബ്രഹാമിനെ പഠിപ്പിക്കുക, അബ്രഹാമേ ഞാനാണ് നിൻ്റെ ഷീൽഡ്. നീ ആ മാർക്കറ്റിൽ പോകുമ്പം, നീ ആ ഷോപ്പിങ്ങിന് പോകുമ്പം, നീ ആ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വഴി കൂടെ പോകുമ്പം, ആ പിശാചിൻ്റെ കൂട്ടിലൂടെ പോകുമ്പോഴേക്കും നീ അവിടെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു പരിചയമായി ഞാൻ നിൽപ്പുണ്ട്. ആമേൻ.
അതുകൊണ്ട് തമ്പുരാൻ പറയാം, അബ്രഹാമേ ഞാൻ നിൻ്റെ അതിമഹത്തായ പരിചയാകുന്നു. ദൈവം എനിക്കൊരു ഷീൽഡാണ്. അപ്പം ഇതെനിക്ക് എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് വിശ്വാസം ആവശ്യം. വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ആമേൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പലപ്പോഴും ഞാനത് തെറ്റായ വ്യാഖ്യാനം പറയുമല്ല, ആരെയും നിർബന്ധിക്കുമൊന്നുമല്ല. ഈ പണ്ടൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ ഞാനിങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് എഴുതാൻ വേണ്ടി നിർബന്ധിക്കുമൊന്നുമല്ല. വചനം ഇങ്ങനെ ഞാൻ 1000 വട്ടമൊക്കെ എഴുതിയപ്പം, പലരും ഒത്തിരി പേര് പറയും 1000 വട്ടം എഴുതിയപ്പം അത്ഭുത സാക്ഷ്യങ്ങളുണ്ടായി. എത്ര പേര് കേട്ടിട്ടുണ്ട് അങ്ങനെ? വചനം 1000 വട്ടം 2000 വട്ടമൊക്കെ എഴുതിയപ്പോഴേക്കും അത്ഭുത സാക്ഷ്യം ഉണ്ടായെന്ന്. അയ്യോ, ആരും ചിരിക്കണ്ട, ചിരിക്കാൻ വേണ്ടി പറയല്ല ഞാൻ. ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഞാൻ എന്തുകൊണ്ടാണ് വചനം 1000 വട്ടവും 2000 വട്ടവും 3000 വട്ടവും എഴുതുമ്പം എന്തുകൊണ്ടാണ് അവർക്ക് അത്ഭുതമുണ്ട്? അത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുമല്ല. ശ്രദ്ധിച്ചോണം, ഈ നമ്മളൊരു 10 വട്ടം ഒരു കാര്യം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ശ്രദ്ധിച്ചാൽ മതി, ഒരു പാട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് പാടിക്കൊണ്ടിരുന്നാൽ, കാണാപ്പാടം ഒരു എഴുതി വെച്ചേക്കുന്നൊരു സംഭവമാണ്. ആ എഴുതി വെച്ചേക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് എഴുതി വെച്ചേക്കുന്നതിൻ്റെ ആവശ്യമില്ല, കാണാപ്പാടം പറയാൻ പറ്റും. ഒരു 100 വട്ടം എഴുതി വെച്ചേക്കുന്ന കാര്യം ഏറ്റു പറഞ്ഞാൽ 101ാമത്തെ വട്ടം അതിൻ്റെ സഹായമില്ലാതെ 100 വട്ടം വേണ്ട, നമ്മൾ തന്നെ കാണാപ്പാടം പഠിക്കും. ഇതേപോലെ ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് ഇങ്ങനെ വചനം എഴുതുവാന്ന് വിചാരിച്ചു. വചനം എഴുതുമ്പം ആ വ്യക്തി ഇങ്ങനെ പറയുക, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അത്ഭുത സൗഖ്യമാകും, എന്നെ ശക്തനാക്കുന്ന യേശു. ഇപ്പം മുടന്നുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എൻ്റെ കാല് ഞാൻ ഓടി നടന്ന് യേശുവിൻ്റെ സാക്ഷിയാകും. ഇങ്ങനെ 200 പേരിൻ്റെ ബുക്കിൽ ഒരു 2000 പ്രാവശ്യം വചനം എഴുതുമ്പോൾ, ബ്രദറെ 2000 വട്ടം എഴുതിക്കൊണ്ട് അത്ഭുതം നടന്നതല്ല, പകരം ആ 2000 തവണ നിങ്ങൾ ഏറ്റു പറഞ്ഞു. ശ്രദ്ധിച്ചേ, എഴുതിയതിലല്ല അവിടെ കാര്യം, ഏറ്റു പറഞ്ഞു. എഴുതിയതല്ല സീക്രട്ട് അവിടെ, പകരം പറഞ്ഞതാണ്. നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ട് എഴുതുക, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഇപ്പം എനിക്ക് മുടന്തായിരിക്കാം, ഞാൻ ഓടി നടന്ന് യേശുവിൻ്റെ സാക്ഷിയാകും, എന്നെ ശക്തനാക്കുന്ന. പലരും എന്ത് ചെയ്യാറുണ്ട്? എഴുതാറുണ്ട്, പറയാറില്ല. ശ്രദ്ധിച്ചാൽ മതി. 200 പേരെ നോട്ട് ബുക്ക് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്തുവായിരുന്നു? നമ്മുടെ മനസ്സ് മൊത്തം വേറെ അങ്ങാണ്ടാക്കിയ. പക്ഷേ എഴുതാൻ പറയുമല്ല ഞാൻ. എന്താ ഇതിൻ്റെ സീക്രട്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ വ്യക്തി 2000 വട്ടം എഴുതിയ സമയത്ത് ഈ വ്യക്തി 2000 തവണ ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 2000 തവണ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതി കേട്ടോ. ഈ വചനത്തിൻ്റെ അകത്തെ ശക്തി മൊത്തവും ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ഭയങ്കരമായൊരു വിശ്വാസം ബിൽഡാകും. ഈ വിശ്വാസത്തിൻ്റെ അകത്ത് ഒന്നുകൊണ്ട് ഈ വ്യക്തി പറയുമ്പോൾ അത് സംഭവിക്കും. ആമേൻ. അപ്പോൾ നാളെ മുതൽ ബ്രദറെ ഞാനെന്നാ 2000 പ്രാവശ്യം എഴുതണ്ടേ? വേണ്ട. എത്രത്തോളം തവണ വചനം എഴുതുന്നു ഞാൻ ഒന്നും തെറ്റല്ല കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പം ബ്രദറെ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടം, ഒരു കുഴപ്പമില്ല, വേറെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ എഴുതിയത് കൊണ്ടല്ല. എന്ന് എഴുതുന്നത് തെറ്റാണോ? അല്ല, വചനം എഴുതുന്നതൊക്കെ നല്ലതാണ്, നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധയൊക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞെഴുതിക്കൂ. നാളെ പറയരുത് ബ്രദർ 2000 എഴുതാൻ പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ബ്രദറെ 2000 ഞാൻ എഴുതാൻ പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ആ വചനം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾ പറയും. അതുകൊണ്ടാണ് പലപ്പോഴും ടീച്ചർമാർ പണിഷ്മെൻ്റായിട്ട് സ്കൂളിൽ ഇമ്പോസിഷൻ കൊടുക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 100 വട്ടം 1000 വട്ടമൊക്കെ പണ്ട്, ഇപ്പോഴത്തെ ഉണ്ടോ എനിക്കറിയത്തില്ല, പണ്ടൊക്കെ 1000 തവണ എഴുതിക്കൊണ്ട് വരാൻ പറയും. ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, പണ്ട് ബേക്കറി പോയിട്ട് അവിടെ ഈ പേപ്പർ കിട്ടും, ഈ ബട്ടർ പേപ്പർ പോലത്തെ പേപ്പർ, വലിയ ഷീറ്റ് കിട്ടും, അത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതും. അപ്പോൾ ടീച്ചർമാർ ഒരു തരത്തിൽ അതൊരു പണിഷ്മെൻ്റ് ആണെങ്കിലും ജീവിതത്തിൽ അത് കറക്റ്റായിട്ട് 500 തവണ എഴുതിയിട്ടുണ്ടാകും, ജീവിതത്തിൽ മറക്കത്തില്ല. സത്യമല്ലേ? കൊടുത്തതൊരു പണിഷ്മെൻ്റാണ്. പക്ഷേ ആ എഴുതിയ വ്യക്തി കറക്റ്റായിട്ട്, ചിലപ്പം പിള്ളേരുടെ സ്വഭാവമായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ 500 പേർക്ക് ചിലപ്പോൾ എഴുതിച്ചു കൊടുക്കും അല്ലേ? എന്നാൽ ഒറ്റ തവണ ആ വ്യക്തി 500 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഉറപ്പാ അതൊരു പണിഷ്മെൻ്റ് ആണെങ്കിലും ജീവിതത്തിൽ മറക്കത്തില്ല എഴുതിയത്. ആമേൻ. കാര്യം എന്താ പറയുക? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കയറും. ഇനി ഞാൻ പറയാൻ വേണ്ടി പോവാണ്, മനസ്സിന് വിശ്വാസ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. മനസ്സിന് ശ്രദ്ധിച്ചോണം. എന്താണ് ഈ മനസ്സെന്നൊന്ന് പറയാം. അബ്രഹാമിൻ്റെ ദർശനത്തിൽ തമ്പുരാൻ പറയുന്നു, അബ്രഹാമേ ഞാൻ നിൻ്റെ അതിമഹത്തായ പരിചയാകുന്നു. അപ്പം അബ്രഹാമിൻ്റെ മനസ്സിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ വാക്ക്, അബ്രഹാമേ ഭയപ്പെടേണ്ട. നേരിട്ട് വന്നേക്കുമല്ല, ദർശനമാണ്, അരുളിപ്പാടാണ്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ അബ്രഹാമിൻ്റെ ഒരു ഭയമുണ്ട്. കവലയിൽ ചെല്ലുമ്പോൾ ഒരു പേടി. നമുക്കറിയാം, ഫറവോനെ കാണുമ്പോൾ ഒരു വിറയല, ഭാര്യയെ തട്ടിക്കൊണ്ട് പോകുമോ? കവലയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ഭാര്യയെ നോക്കുമ്പോൾ ഒരു പേടി, എങ്ങാനും അടിച്ചുകൊണ്ട് പോവോ, എങ്ങനെ തട്ടിക്കൊണ്ട് പോവോ, ക്ഷമിക്കണം ആ വാക്ക് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്തേലുമൊക്കെ ഒരു പേടി അബ്രഹാമിൻ്റെ അകത്തുണ്ട്. എല്ലാം പോകുമോ, ഒരു ഭയം. തമ്പുരാൻ ആദ്യം പറഞ്ഞു, ഭയപ്പെടേണ്ട അബ്രഹാമെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ഷീൽഡാണ്, ഞാൻ നിൻ്റെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന ദൈവമാണ്.
അബ്രഹാമിൻ്റെ മനസ്സിൻ്റെ അകത്തോട്ട് ഇത് കയറുകയാണ്. അബ്രഹാം കവലെ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം അബ്രഹാമിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിനകത്തൊന്നൊരു ചിന്ത വരും, ഇല്ല, ദൈവം എനിക്ക് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു എന്നെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ മനസ്സിന് പ്രാർത്ഥനയും സ്തോത്രമൊന്നും ഇഷ്ടമൊന്നും ആളൊന്നുമല്ല. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം, റോമർക്കെഴുതിയ ലേഖനം വാക്യത്തിൽ പറഞ്ഞ 8-ാം വാക്യത്തിൽ, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അഥവാ വചനത്തിന് കീഴ്പ്പെടുന്നില്ല. ഇവിടെ ജഡമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ് പറഞ്ഞേക്കുന്നത്. ജഡമനസ്സെന്നൊരു വാക്യമുണ്ട്. ജഡമനസ്സ്, ജഡത്തിൻ്റെ മനസ്സ്. ജഡമെന്ന് പറയുന്നത് ലോകവുമായിട്ട് എപ്പോഴും ഇത് ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലേക്ക് പറയുന്നത്, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിനെ പുതുക്കണം, നമ്മൾ റിന്യൂവ്ഡ് ചെയ്യണം. അപ്പം മനസ്സിൻ്റെ ആഗ്രഹം മൊത്തം ഈ ലോകത്തോട് ഇങ്ങനെ അഡ്ജസ്റ്റഡ് ആകാനാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് വചനം കേൾക്കുക. ഈ വചനം നിങ്ങളിപ്പോൾ ഉദാഹരണം ഇന്ന് മുതൽ നിങ്ങൾ ചുമ്മാ എന്നല്ല, എല്ലാ ദിവസവും ഏത് വിഷയമാണോ, ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി ആരെങ്കിലും ഭാരപ്പെടുവാന്ന് വിചാരിച്ചു, പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ അങ്ങോട്ട് മാറുന്നില്ല, ശ്രദ്ധിച്ചോണേ. ഇന്ന് മുതൽ നിങ്ങൾ ചുമ്മാ ഒന്ന് കൗണ്ട് ചെയ്യണം. ഞാനൊരു 500 വട്ടം ഇന്ന് പറയാൻ വേണ്ടി പോവാം. ഇതൊരു ചടങ്ങല്ല കേട്ടോ. പണ്ട് നമ്മൾ 30 ദിവസം വചനം ഏറ്റു പറയുക എന്നൊരു കാര്യം വന്നപ്പോഴേക്കും ഒത്തിരി വിമർശനം ഉണ്ടായി. ഇതെന്തുവാ, വലിയ പ്രാക്ടീസാണോ ബ്രദർ, പുതിയൊരു ഇത് കൊണ്ടുവരുവാണോ 30 ദിവസം? ഞാൻ ശരിക്കും പറഞ്ഞാൽ 30 ദിവസം ഒരു അറ്റൻഷന് വേണ്ടി പറഞ്ഞതാണ്. 30 ദിവസം തുടർച്ചയായിട്ട് വചനം, ഒത്തിരി മിറക്കൾ. 20-ാം ദിവസം തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായി. ഒത്തിരി സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട് ഏറ്റു പറഞ്ഞവരുടെ ജീവിതത്തിൽ. ആമേ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെപ്പോഴും പുതുക്കം ആവശ്യം. റിന്യൂവ്ഡ് യുവർ മൈൻഡ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ചിന്തകളെ പുതുക്കണം. ഈ ലോകത്തോട് അനുരൂപരാകുവാൻ 24 മണിക്കൂർ നമ്മുടെ മനസ്സിന് ആഗ്രഹം. നിങ്ങൾ പുറത്തോട്ട്, നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ആ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ. അവിടെ നിങ്ങളുടെ അയൽപക്കംകാരൻ പറയുന്നത് എന്താണെന്ന് അറിയോ, അയ്യോ നാളത്തെ ദിവസം എങ്ങനെ ചിട്ടി പൈസ കൊടുത്തോ, ആ പൈസ കൊടുത്തോ, ഈ പൈസ കൊടുത്തോ, അയ്യോ ജോലി നിൽക്കുമോ? ഇവരിങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം അവരോട് ചേരാനാണ്. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു ഭയം, അബ്രഹാമിനെ പോലൊരു ഭയം നമ്മുടെ അകത്തോട്ടും കയറും. അപ്പം ഈ ഭയം മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ പുതുക്കണം. എങ്ങനെയാണ് മനസ്സിനെ പുതുക്കാൻ പറ്റുന്നത്? മനസ്സിൽ വിശ്വാസം വരണം. അയ്യോ ബ്രദറെ, എങ്ങനെ വിശ്വാസം വരുന്നത്? ഞാൻ അതാ പറഞ്ഞത്, വെറുതെ വചനം അങ്ങോട്ട് പറ. രാവിലെ മുതൽ പറ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷിയാകും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സ്വന്തമായി ഭവനത്തിൽ കയറിക്കിടക്കും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു. എത്ര നേരം ബ്രദറെ പറയണം? എത്ര നേരം പറയണം? എത്രത്തോളം പറയാവോ അത്രത്തോളം വിശ്വാസം വർദ്ധിക്കും. എത്രത്തോളം വിശ്വാസം വർദ്ധിക്കുന്നു അത്രത്തോളം അത്ഭുതങ്ങളെ അത് ആകർഷിക്കുവാൻ തുടങ്ങും. ആമേൻ. അപ്പം അതുകൊണ്ട് തമ്പുരാൻ പറയാം, അബ്രഹാമിൻ്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? തനിക്കെന്തോ സംഭവം. അതുകൊണ്ട് ആദ്യം ദൈവം പറഞ്ഞു, അബ്രഹാമെ ഭയപ്പെടേണ്ട കേട്ടോ, ഞാനാണ് നിൻ്റെ പരിച, ഞാനാണ് നിൻ്റെ പ്രതിഫലം. ആമേൻ. ഇതുകൊണ്ടാണ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യത്തിൽ പറഞ്ഞു, നമ്മൾ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാ. നമ്മൾ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ജഡത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ്. ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നോ കോൺഫിഡൻസ് കൊടുത്തേക്കുന്നത്. എനിക്ക് ജഡത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, പകരം എനിക്ക് ദൈവത്തിലാണ് എൻ്റെ ആശ്രയം. അപ്പം ജഡമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരമല്ല, ജഡമനസ്സാണ്. ജഡമനസ്സിൻ്റെ ആഗ്രഹം. അച്ചായ മനസ്സിൽ പറയൂ, നാളത്തെ ദിവസം എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കട്ടപ്പോകയാ. അയ്യോ എങ്ങനെ ജീവിക്കും? ആർക്കും ജോലിയില്ല, നമുക്കും ജോലിയില്ല. അവിടെ പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തോന്നുന്നു. എന്നെ പേടിക്കുന്ന അച്ചായ പറ, അച്ചായ ഒരു ജോലി പോയി കഴിഞ്ഞാൽ 100 വഴി തമ്പുരാൻ തുറക്കും പറയണം. ഒരു വഴി കടഞ്ഞാൽ 7 വഴി തുറക്കുമെന്ന് പറയണം. അപ്പം ഇങ്ങനെ പറയണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം എവിടുന്ന് കിട്ടും? കേൾവിയാൽ കിട്ടും. എങ്ങനെ കേൾക്കും? പറയണം. ആര് പറയണം? ഞാൻ പറയണം. അപ്പം ഞാനിത് പറയുമ്പോൾ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന ശക്തി എന്നിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശക്തി എന്നെ ഷീൽഡ് പോലെയായി മാറുന്നു. കണ്ടോ? ഈ വചനം ഒരു ഷീൽഡ് പോലെ നിൽക്കും. ഇതാണ് യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ആമേ. നോക്കി, അപ്പോൾ വചനം കൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ.
ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. ബ്രദറെ, ഞാൻ പറയുന്നുണ്ട് എന്ന് മുതലും തീരുമാനിച്ചു. ഇനി ബ്രദറെ, എനിക്ക് എഴുതാനൊന്നും പണ്ടത്തെ പോലെ കയ്യക്ഷരം നല്ലതല്ല, വേണ്ട, എഴുതണ്ട. പറ, എഴുതുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, ഒരു ബുക്കിലൊക്കെ എടുത്തിട്ട്. പക്ഷേ എഴുതുമ്പം ഇപ്പോൾ നിങ്ങൾ എഴുതുവാന്ന് വിചാരിച്ചു, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ എന്താ ഒരു വിഷയം എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ആൾക്കാർ കൊടുക്കും, ബ്രദർ എല്ലാ ദിവസവും ഒരേ കാര്യം പറയുന്നത്. ഒരു വിഷയം പറയാത്തൊരു വിഷയം, ഒരു വിഷയം. ഓക്കെ, ലോൺ ക്ലോസ് ചെയ്യുന്ന കാര്യം പറയാം. അതൊരു സാക്ഷ്യം കൂടെ ഉണ്ടല്ലോ. നമ്മുടെ സരസാൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞത് വലിയൊരു അത്ഭുതമായിരുന്നു. നിങ്ങൾ എറണാകുളത്തുള്ള സരസാൻ്റെ ആ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നു അല്ലേ? ആ ഒരു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. സരസാൻ്റെ ഒരു ദൈവത്തിൻ്റെ ആലോചന കേട്ടു. കർത്താവ് ആ ഒരു ഭവനം, ആ സ്ഥലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ബാങ്കിൽ ജപ്തിയായിട്ട് സ്ഥലമിരിക്കുക. നിങ്ങൾ ആ സാക്ഷ്യം എനിക്ക് എത്ര ഓർക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് വന്ന 1 വർഷം മുമ്പ് നടന്നൊരു സാക്ഷ്യമാണ് സരസ്വതാൻ്റി പറഞ്ഞത്, എറണാകുളത്തുള്ള. അപ്പോൾ ബാങ്കിൽ അത് ജപ്തിയുടെ വക്കി നിൽക്കുക. ഭർത്താവിന് എന്തോ പ്രായമുണ്ട്, എനിക്ക് വന്ന 10-25 വയസ്സ് മേളിലുണ്ട് 2 പേർക്കും. മോളെല്ലാം കെട്ടിച്ചതാണ്. കെട്ടിക്കുന്ന സമയത്ത് എന്തോ വിഷയം ഉണ്ടാക്കി പൈസ ഒത്തിരി എടുക്കേണ്ടി വന്നു. അത് ജപ്തിയുടെ വക്കിലാണ്, അവർ മാത്രമേ വീട്ടിലുള്ളൂ, വേറെ ആരുമില്ല. അപ്പം ഈ വചനം ഒരു ദിവസം കേട്ടു. ഒരു ദിവസം ബാങ്കിൽ പോയപ്പോഴേക്കും ബാങ്കിലൂടെ പോകുന്ന വഴിക്ക് അവിടുത്തെ ആൾക്കാർ വിളിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നിട്ട് നിങ്ങൾ കേട്ടായിരിക്കുക സാക്ഷ്യം, ബൈഡൻ എന്തുകൊണ്ട് ഇത്ര നാളും വരാത്തെന്ന് വെച്ചാൽ പറഞ്ഞു, സാറേ എൻ്റെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞതിന് മുമ്പ് തന്നെ മാനേജർ വിളിച്ചിട്ട് ആധാരം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്നാ വന്ന് എടുത്തുകൊണ്ട് പോകാത്തെന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര പേരാ സാക്ഷി ഓർക്കാൻ എനിക്കറിയത്തില്ല. ഉടനെ എന്ത് ചെയ്യാതെ സരസാൻ്റെ ബാങ്കിൽ നിന്ന് ഇറങ്ങത്തില്ല. കാരണം വെച്ചാൽ പേടി, ലോണും കുടിശ്ശികയും കിടന്നിട്ട് അടയ്ക്കാൻ വയ്യാതെ സ്ട്രഗിൾ ചെയ്യും. അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു ബാങ്കിലോട്ട്. പക്ഷേ ആധാരം കൈ കൊടുത്തിട്ട് പറയും, എന്തുകൊണ്ടാണ് ഇത് വന്ന് എടുക്കാത്തത്? അപ്പോൾ സരസാൻ ചോദിച്ചു, സാറേ അത് കണക്ക് ഇല്ല, ഫുള്ളത് ക്ലോസ് ചെയ്താണല്ലോ എന്ന് പറഞ്ഞു. ഇത് ക്ലോസ് ചെയ്തതാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വഴാൻ എടുക്കാമെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാവോ, സരസാൻ്റെ പിന്നെ 2 പ്രാവശ്യം ബാങ്കിൽ പോയി ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് വിശ്വാസം മനസ്സിലുണ്ടെങ്കിലും അകത്ത് സംശയം വന്നിട്ട് 2 പ്രാവശ്യം. എത്ര പേരാ സാക്ഷ്യം? ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ ഇത് തന്നെയാണ് സാക്ഷ്യം. ഓർക്കുന്നുണ്ട്. എനിക്ക് വന്ന സരസ്വതി 3 പ്രാവശ്യം എനിക്ക് വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം 2 പ്രാവശ്യം പോയി ബാങ്കിൽ ചോദിച്ചു. സരസാൻ്റെ പറഞ്ഞു, ബ്രദറെ ഞാൻ എല്ലാ ദിവസവും കർത്താവേ മിറക്കിൾ മണി ഞാൻ കാണും. എൻ്റെ ആധാരം എൻ്റെ വീട്ടിൽ വരുന്നത് പറഞ്ഞു സംഭവം എന്നറിയാവോ, ആധാരം ബാങ്കിൽ സെറ്റിലായി. മാനേജർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയല്ലോ, ആധാരം റിലീസ് ചെയ്തിരിക്കുന്നു, കൊണ്ടുവെക്കോ, ഇന്നവർ വീട്ടിൽ താമസിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ മാനസികമായ ലോജിക്കൽ നോക്കി, ഇത് തട്ടിപ്പാ ബ്രദർ, എന്തൊക്കെയോ ചുമ്മാ തട്ടിപ്പ്. എറണാകുളത്ത് ഇന്നും സരസാൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു, എങ്ങനെ തട്ടിപ്പാകാൻ പറ്റും? ബാങ്കിലിരുന്ന ആധാരം ഇപ്പോൾ അവരുടെ വീട്ടിലുണ്ട്. ആമേൻ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാങ്കിൽ എങ്ങനെ പൈസ വന്നു? കാരണം സഹോദരി വിശ്വസിച്ചു. പത്രോസ്ലിഹായ്ക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്ന പൈസ തമ്പുരാന് മീൻ്റെ അകത്ത് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് 2024 സരസാൻ്റിയുടെ അക്കൗണ്ടിൽ വന്നുകൂടാ? ഇതൊരു മീനല്ലേ? കണ്ടോ? അപ്പം നിങ്ങളിതെന്താണ് ശ്രമിക്കുന്നത് വെച്ചാൽ, വചനം ഇപ്പം എനിക്കൊന്ന് സരസാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ? അത് യൂട്യൂബിൽ കയറി എല്ലാവരും, ഇപ്പം എല്ലാവരും പുതിയ പരിപാടിയാണ്, നേരെ ചാടി യൂട്യൂബിൽ പോവുക. ആമേൻ. എന്തായാലും സൂമിൽ നിൽക്കുന്നവരടുത്ത് നന്ദി പറയുന്നു. യൂട്യൂബിൽ കാണുമ്പോൾ ഒരു കുഴപ്പം, നമുക്ക് പിന്നെ ആ സമയത്ത് കയറണ്ടല്ലോ, പിന്നെ എപ്പോഴും ഇഷ്ടമുള്ളപ്പോൾ കയറാമല്ലോ. നമ്മളെപ്പോഴും പറഞ്ഞ ഒരു യാഗം എപ്പോഴും നല്ല, നിർബന്ധമൊന്നുമില്ല. അതിന് ഈ പറയുമ്പോൾ നിർബന്ധമൊന്നുമല്ല. അവസരം കിട്ടുമ്പോൾ എല്ലാം ഉപയോഗിച്ചോണം, പിന്നെ നമുക്ക് അവസരമൊന്നുമില്ല. പണ്ട് അയ്യോ ബ്രദറെ, ഞാൻ യൂട്യൂബിൽ ആ പ്രവചനം കേട്ട, എൻ്റെ ബാക്കി ഒന്ന് പറയാവോ? എന്നാ കേട്ടത്? ഞാൻ എപ്പോഴോ യൂട്യൂബിൽ ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ കേട്ടതാ. എന്നാ കേട്ടത്? 6-7 മാസം മുമ്പ്. ഞാനത് ഓർത്തിരിക്കുമോ? നിങ്ങൾ പറ. ഇപ്പോൾ ദിവസം കാണുന്നതോട് പറയുന്നത് ഓർത്തിരിക്കുന്നില്ല. ആമേൻ. നോക്കിക്കേ, അപ്പോൾ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരുമാണ് ജഡത്തിൽ ആശ്രയിക്കാത്തവർ. ജഡത്തിൽ ആശ്രയിക്കരുതേ, ജഡ മനസ്സിലേക്ക് പോകരുതേ. വചനം പറയുമ്പോൾ വചനത്തിൻ്റെ അകത്തിരിക്കുന്നൊരു എനർജി നിങ്ങളിലേക്ക് വരും. ഇത് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. അയൽവക്കംകാരൻ പറയുന്നത് പോലെ നിങ്ങൾ പറയത്തില്ല. നിങ്ങൾ പറയും, യഹോവ ഈരേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും.
ഉടനെ അയൽവക്കത്തെ ചേച്ചി പറയും, പ്രാർത്ഥനയൊക്കെ നല്ലതാ കേട്ടോ, വിശ്വാസമൊക്കെ നല്ലതാ കേട്ടോ, പക്ഷേ കാര്യത്തിൽ എടുക്കുമ്പോൾ കണ്ടോണം അവസാനം കുടുങ്ങിപ്പോകും. അവർ പറയുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ മൊത്തം ഈ ലോകത്തോട് അവർ അനുരൂപരായിരിക്കുക. നിങ്ങൾക്കറിയാം ആകാശത്തുനിന്ന് തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ടെന്നും വേണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മഞ്ഞ കൊഴിച്ചതുപോലെ പിന്നെയും കൊഴിക്കേണ്ട ദൈവമാണ്. പക്ഷെ വിശ്വാസം വേണം. വിശ്വാസം എങ്ങനെ കിട്ടും? കേൾവിയാൽ. വിശ്വാസം കേൾവിയാൽ. നിങ്ങളിത് പറയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വിശ്വാസം പ്രവേശിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഒരു ദിവസം നിങ്ങളിപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് അവസാനിക്കും, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇനി നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ലോണാണല്ലോ ഒരു വിഷയം, ഞാനിപ്പോൾ അത് മാത്രം എടുക്കുവാണേ. ലോണാണല്ലോ ഒരു വിഷയം. അപ്പം ഒരു വ്യക്തി പറയുക, ബ്രദറെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ നാമത്തെ മുന്നോട്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് രക്ഷയുണ്ട്, നിത്യജീവനുണ്ട്, എല്ലാം ക്രിസ്തുവിലുണ്ട്. പക്ഷേ നമുക്ക് കർത്താവിൽ നിത്യജീവനുണ്ട്. ദൈവം ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വലിയ പ്രവചനം, ഏറ്റവും വലിയ കാര്യം നിത്യജീവൻ, നിത്യരക്ഷ, കർത്താവിൻ്റെ കൂടെ നമ്മൾ നിത്യതയിൽ പോകണം. പക്ഷേ ഈ ഭൂമിയിൽ 100 വയസ്സ് വരെ ജീവിക്കണ്ടേ? ലോൺ അടയ്ക്കണ്ടേ? പിള്ളേരെ കെട്ടിക്കണ്ടേ? രോഗം മാറണ്ടേ? വിഷയം മാറണ്ടേ? അപ്പോൾ ഇതെല്ലാം ഒരു വിഷയമാണ്. ഇതിനെല്ലാം ഇങ്ങനെ പരിഹരിക്കും വിശ്വാസത്താൽ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പക്ഷേ ബ്രദറെ എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ആ വാക്യം തന്നെ പറയുകയാണെ. ഇപ്പോൾ ഒരാൾ പറയുക, എനിക്ക് ഇന്ന രോഗമുണ്ടെന്നിരിക്കട്ടെ, ഇന്ന വിഷയം ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങ് മാറുന്നില്ല, അതങ്ങോട്ട് മാറുന്നില്ല. പക്ഷെ വചനത്തിൽ അതിനുള്ള ശക്തി ഇരിപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ അതില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന ശക്തിയെ എൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരണം. വചനത്തിൻ്റെ അകത്തിരിക്കുന്ന എനർജിയെ എൻ്റെ ബോഡിയിലേക്കും എൻ്റെ ലൈഫിലേക്കും കൊണ്ടുവരണമെങ്കിൽ എന്തെനിക്ക് ആദ്യം വേണം? വിശ്വാസം വേണം. അപ്പം ഞാൻ ഇന്ന് എഴുതുവാണേ, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം. അതല്ല എഴുതേണ്ടത്, എൻ്റെ ദൈവമോ ഓൾ യുവർ നീഡ്സ്. 10 ലക്ഷം രൂപ ലോണിൻ്റെ കാര്യം ഞാനിപ്പോൾ അത് ആ വിഷയം വെച്ച് അങ്ങ് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉദാഹരണമൊക്കെ പറയുന്നത്. 10 ലക്ഷം രൂപ മഹത്വത്തോടെ, ഫിലിപ്പിയർ 4:19 അല്ലേ, തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ കടക്കാരൻ 4 പ്രാവശ്യം വിളിക്കുക. എന്നാൽ പിന്നെ 5 പ്രാവശ്യം വചനം പറയാം. ഉടനെ കടക്കാരൻ 100 പ്രാവശ്യം വിളിക്കുക. ഉടനെ ഈ ലോകത്തിനോട് അനുരൂപരാകുവാൻ പെട്ടെന്ന് മനസ്സ് പറയുക, ഓ ആത്മഹത്യ വഴിയുള്ള പെട്ടു. പക്ഷേ നിങ്ങൾ ഇരുന്നുകൊണ്ട് അങ്ങ് പറയുക. ഞാൻ ചുമ്മാ അങ്ങ് പറയുകയാണ്, എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. എൻ്റെ ദൈവം 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തുയേശുവിൽ തീർന്നു വരും. ഉദാഹരണം പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു 500, 600 ഒക്കെ അങ്ങ് പോയെന്നിരിക്കട്ടെ. അവസ്ഥ നിങ്ങൾ തളർന്നു, മടുത്തു. ഓ എൻ്റെ വായിലെ വെള്ളം എല്ലാം പറ്റി ബ്രദറെ, വിശന്നൊരു പരിവുമായി, ഞാൻ മടുത്തു, ഞാൻ ക്ഷീണിച്ചു. നമ്മുടെ ജഡം ക്ഷീണിച്ചപ്പോൾ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചു. ഈ പുള്ളി നിങ്ങൾ 500 വട്ടം വചനം പറഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ വയറങ്ങോട്ട് ടൈറ്റായി. വിശ്വാസം കൊണ്ട്, വിശ്വാസത്താൽ ഇദ്ദേഹത്തിൻ്റെ വയറെല്ലാം ടൈറ്റായിട്ട് ഇദ്ദേഹത്തിന് ഇതെങ്കിലും റിലീസ് ചെയ്യണമല്ലോ അകത്ത മനുഷ്യന്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? ഈ വിശ്വാസം ദൈവത്തെ കണക്ട് ചെയ്യാൻ പറ്റും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഈ അകത്ത മനുഷ്യൻ ഈ വിശ്വാസത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. ദൈവവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്നാ സംഭവം എന്നറിയാവോ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കകത്തോട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങും. കണ്ടോ? ഇതാണ് അകത്ത മനുഷ്യൻ്റെ ഡ്യൂട്ടി. ഈ മനുഷ്യൻ ദൈവത്തോട് കണക്റ്റഡാ. അതാണ് പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ ദീപമാണ്. ഇത് ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. ഈ പുള്ളിക്ക് വിശ്വാസത്തെ എങ്ങനെയും പുറത്തേക്ക് തള്ളണം. ഈ വിശ്വാസത്തെ ദൈവത്തിലോട്ട് കൊടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ആ വിശ്വാസം മേടിച്ചിട്ട് അത്ഭുതത്തെ നിങ്ങളുടെ മേലേക്ക് റിലീസ് ചെയ്യും. ആമേൻ. ഇതാണ് വചനം പറയുമ്പോൾ സംഭവിക്കുന്നത്. 5 വട്ടം പറഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 5 വട്ടം പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിക്കേണ്ടത് കുറച്ചും കൂടെ ആവശ്യമായിരിക്കും. അതാണ് പറഞ്ഞത്, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം ഇന്ന് നേടേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കണം. നമുക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ല. വചനത്തിൻ്റെ ക്രിയയാണത്. ആമേൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെയെന്ന് ബൈബിൾ പറയുന്നതിൻ്റെ വചനം. അപ്പം ജഡത്തിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല. ജഡമെന്ന് പറഞ്ഞാൽ മനസ്സ്, ചിന്ത എല്ലാം കൂടി സ്ഥലമാണ്. ഈ പുള്ളി പറയുകയാണ്, അയൽവക്കത്തെ ചേച്ചി പറഞ്ഞ ചിട്ടി കിട്ടിയാൽ രക്ഷപ്പെട്ട്. അവസാനം ചിട്ടി ഓർത്തോർത്തിരുന്നു. അവസാനം ചിട്ടി വേറെ ആരണ്ട് കൊണ്ടുപോയി. ഉടനെ കർത്താവേ, ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയായിരുന്നു ആ ചിട്ടി. അത് ആരാണ്ട് പിശാച് എന്ത് ചെയ്തു? ഇനിയാ കൂടെ നിങ്ങൾ എന്തിനാ ചിട്ടിയുടെ പുറകെ പോയത്?
ചിട്ടിയുടെ പുറകെ പോകാതെ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ പുറകെ പോകൂ. ചിട്ടി അടിച്ചില്ല പറഞ്ഞാൽ അടുത്ത വഴി തമ്പുരാൻ തുറന്നിരിക്കും. ആമേൻ. കണ്ടോ, ചിട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുക. അതാണ് വചനത്തിൻ്റെ ശക്തി. എല്ലാ ദിവസവും പറ, എൻ്റെ സഹായം അച്ചായൻ്റെ സാലറി അല്ല, അമ്മയുടെ സാലറി അല്ല, തലമുറകളുടെ സാലറി അല്ല, പറമ്പിലെ വരുമാനമല്ല, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ് എന്ന് എല്ലാ ദിവസവും കുറേ നേരം പറ. എല്ലാ ദിവസവും കുറേ നേരം പറയുമ്പോൾ ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സഹായങ്ങളെല്ലാം തുറന്നു വരും. ആദ്യം വിശ്വാസം ചാടിക്കേറും. ഈ വിശ്വാസത്തിന് പ്രത്യേകത അടങ്ങിയിരിക്കത്തില്ല. ഇതിങ്ങനെ അകത്ത മനുഷ്യൻ്റെ വയറിൽ കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. ഈ അകത്ത മനുഷ്യൻ ദൈവത്തോട് ഇതിനെ എറിഞ്ഞു കൊടുക്കും. ഈ കൊടുത്ത വിശ്വാസം തിരിച്ച് വിത്തൗട്ട് ഫെയ്ത്ത്, ബൈബിൾ പറഞ്ഞതുപോലെ ദൈവത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ വിശ്വാസം വേണം. ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ വചനം പറയുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ 200 പേരുടെ നോട്ട് ബുക്ക് മേടിക്കുക. ഫ്രീ ആണെങ്കിൽ, അയ്യോ ബ്രദർ എഴുതാൻ സമയമില്ലെങ്കിൽ അങ്ങ് പറഞ്ഞു. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ 2000 പ്രാവശ്യമൊക്കെ എഴുതുമ്പോഴേക്കും പറഞ്ഞത്. 91 സങ്കീർത്തനം ഞാൻ 2000 വട്ടം എഴുതി. എനിക്ക് വലിയ അത്ഭുതം കണ്ടു. 2000 വട്ടം എഴുതുമ്പം 1, 2, 3 എഴുതുന്ന സമയത്ത് മനസ്സ് വേറെ അങ്ങോട്ടെല്ലാം പോയാൽ തീർന്നു കേട്ടോ. മനസ്സ് കഞ്ഞി കരിയാനും കറി അരിയാനും പോയി കഴിഞ്ഞാൽ പോയി. മനസ്സ് അവിടെ തന്നെ കൊടുക്കണം. അത് പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. പറഞ്ഞുകൊണ്ട് എഴുതണം. അപ്പോൾ എഴുതുന്ന കൈ കഴച്ചു മടുത്തു പോയാലും മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഉള്ളത്തിലേക്ക് ആ വചനം പ്രവേശിക്കട്ടെ. വചനം എല്ലാ ദിവസവും പറയണമേ. വചനം പറഞ്ഞു ആ രോഗത്തെ നോക്കിയിട്ട് പറ, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ രോഗത്തിൻ്റെ മേലേക്ക് ആ ശക്തി അങ്ങോട്ട് കയറട്ടെ. ആ രോഗപിശാചിൻ്റെ മേലേക്ക് ആ ശക്തി അങ്ങോട്ട് കയറട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ല ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെയും പറയുന്നത്, എനിക്ക് വേണ്ടി ആ 100 ബ്രദർമാരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കുക. എനിക്ക് വേണ്ടി. എനിക്കറിയാം ചില സഹോദരന്മാർ അയക്കുമെങ്കിൽ ഇത് ഫോർവേഡിങ് മെസ്സേജാണ് എനിക്കറിയാം. ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ട് ബ്രദർമാരെല്ലാം പേരിട്ടിട്ട് ആ വരുമ്പോഴേ അറിയാം എല്ലാ ദിവസവും ഒരേ പ്രാർത്ഥന റിക്വസ്റ്റ്. ഇതങ്ങ് അയച്ചുകൊണ്ടിരിക്കുക. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരു ദിവസം അങ്ങോട്ട് വചനം അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും, കൊടുക്കുന്നവർക്കും പഠിക്കാൻ പറ്റും. അത് പറഞ്ഞ്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. കുറച്ചു നേരം പറഞ്ഞേ, നിർത്താതെ പറഞ്ഞേ, യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞോ, 100, 200, 300, 400, 500, 1000 പറഞ്ഞോ. യേശുവിൻ്റെ നാമത്തിൽ എത്ര പറയും തോറും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാ. പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് ഇപ്പോൾ തന്നെ ആ തലമുറയുടെ ഭാവി അടഞ്ഞിരിക്കുക. അതിനുവേണ്ടി ഉപവാസം എടുത്തും അടുത്തവരെ ഇന്ന് മുതൽ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ലേ, യഹൂദൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ഉപവാസം എല്ലാം എങ്ങനെയാ? ഇവർ 8ലും 8ലും ഇരുന്നുകൊണ്ട് 1300 ഉപകൽപ്പനകൾ ഏറ്റുപറയും. നമ്മളാണ് ഉപവാസ പ്രാർത്ഥനയിൽ പോയിരുന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രദർ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും പുറകിൽ പോയിരുന്നത് പേനയും പേപ്പറും ആയിട്ടിരുന്നുണ്ട് ഉറങ്ങുമല്ലേ? ഇവരാരാണോ ഉപവസിക്കുന്നത് 1230 കൽപ്പനകൾ ഏറ്റു പറയണം. എന്തോ ആലോചിച്ച് നോക്കി, എന്ന് തീരുവത്? ഉപവാസം തീർന്നാലും തീരുവ ഈ ഏറ്റുപറച്ചിൽ. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും യഹോവ ഇവരിലേക്ക് തിരിയാൻ തുടങ്ങും. കണ്ടോ, യഹോവയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരിങ്ങനെ നിർത്താതെ വചനം പറയുമ്പോൾ ഇവരുടെ അകത്ത് വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ട് ഈ ശക്തി സൈന്യങ്ങളുടെ യഹോവയെ ആകർഷിക്കുവാൻ തുടങ്ങും. ഇതാണ് യഹൂദൻ്റെ ഉപവാസം. യഹൂദൻ്റെ ഉപവാസം എന്ന് പറഞ്ഞാൽ നിർത്താതെ അവൻ വചനം പറയും. 8ലും 8ലും ഇരുന്ന യഹോവയുടെ കൽപ്പനകളെ അവൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. വാക്ക് ഞാൻ എടുക്കുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആ ബ്രദർ പറയുന്നതെല്ലാം കേട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ ആ രോഗത്തിൻ്റെ പേരൊന്ന് വെളിപ്പെടുത്തിയിട്ട് പറ, ഇന്ന രോഗം
ആ ഷുഗറിനോട് പറ, യേശുവിൻ്റെ ഷുഗർ ക്രൂശിൽ വഹിച്ചു, യേശുവിൻ്റെ ഷുഗർ ക്രൂശിൽ വഹിച്ചു. ഇനി ക്യാൻസർ അനുഭവിക്കുന്നവർ പറഞ്ഞ്, യേശു നിങ്ങളുടെ ക്യാൻസർ അനുഭവിച്ചു, യേശുവിൻ്റെ ക്യാൻസർ അനുഭവിച്ചു, യേശുവിൻ്റെ ട്യൂമർ അനുഭവിച്ചു, യേശുവിൻ്റെ മുട്ടിൻ്റെ ആ തേയ്മാനം അനുഭവിച്ചു, യേശുവിൻ്റെ മുടന്ത് അനുഭവിച്ചു, യേശുവിൻ്റെ കാഴ്ചക്കുറവ് അനുഭവിച്ചു. യേശു എന്താണോ നിങ്ങളുടെ ആവശ്യം നിർത്താതെ പറ. അപ്പൊ ശരീരം മടുക്കും, ശരീരം ക്ഷീണിക്കും. ഇതാ ശരിക്കും പറഞ്ഞ യഥാർത്ഥ ഉപവാസം. ശരീരം ക്ഷീണിക്കും, എന്നാൽ മനസ്സ് രൂപാന്തരപ്പെടും, അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. നമ്മൾ പറഞ്ഞു ബ്രദറെ, ഞാൻ മടുത്ത് ബ്രദറെ. അടുത്ത ദിവസം അത് അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. പ്രിയ കാര്യം, നിങ്ങളുടെ അകത്തേക്ക് വിശ്വാസം പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ ഭയപ്പെടണ്ട. നിനക്ക് എപ്പോഴും ഒരു ഭയമുണ്ടല്ലേ, പക്ഷെ ഞാൻ നിൻ്റെ പരിചയം, ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. ഞാൻ നിൻ്റെ പരിചയമാണ്, എനിക്കൊരർത്ഥവും വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എത്ര വട്ടം പറയണം? ആ നാക്ക് കുഴയുന്നത് വരെ പറ, ശരീരം ക്ഷീണിക്കുന്നത് വരെ പറ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. ഒന്ന് പറഞ്ഞു, യേശുവേ ഇന്ന് പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ശക്തി വ്യാപരിക്കുന്ന അല്പനേരം ഒന്ന് പറഞ്ഞ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും പറ. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ വാലല്ല തലയത്രേ. യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. പറഞ്ഞു. നമ്മളൊരു 10 വട്ടം പറയുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ല, 100 വട്ടം പറയുമ്പോൾ ശ്രദ്ധയില്ല, പക്ഷെ 200 വട്ടം പറയുമ്പോൾ നിങ്ങളിതുപോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നതിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങും. നോക്കിയാൽ മതി. അതാണ് ടീച്ചർമാർ പണ്ട് ഇമ്പോസിഷൻ കൊടുക്കുന്നത്. ഇമ്പോസിഷൻ 10 എഴുതുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പക്ഷേ കുറേ കഴിയുമ്പോൾ കൈ മടുക്കാൻ തുടങ്ങും, ശരീരം ടയേർഡാകാൻ തുടങ്ങും. പയ്യെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ എഴുതുന്നതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു, ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുതം. ഞാൻ അത്ഭുതം കാണും. പറ, അത്ഭുതം കാണും ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പ്രവേശിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ അനിത എന്ന് പറയുന്ന സഹോദരിമാർ കുറേ പേര് സൂമിലുണ്ട്. അനിത എന്ന് പറയുന്ന സഹോദരിയുടെ ഭവനത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ ജനിച്ച കുടുംബത്തിൽ ഒരു വ്യക്തിയുള്ള അനിത ഈ പ്രാർത്ഥനയിലുണ്ടോ? സിസ്റ്റർ ഒക്ടോബർ മാസം അല്ല, എന്റെ മകൻ ഒക്ടോബർ ജനിച്ച. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ അനിത എന്ന് പറയുമ്പോൾ കുറേ അനിതമാർ നമുക്കുണ്ട്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ, കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കുക. സിസ്റ്ററുടെ മോന്റെ ഡേറ്റ് അല്ലേ? യേശുവേ ഇന്ന് സ്വീകരിച്ചു. അവന്റെ ജീവിതത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാ. അവൻ ആള് ബ്രദറെ, ഞങ്ങള് അടുത്ത മാസം വീട്ടില് 2 പ്രയർ മാസത്തിൽ വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് തലമുറയെ തമ്പുരാൻ തൊടുക സിസ്റ്ററെ. ഇന്ന് തലമുറയുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കുക. ഇന്ന് തലമുറയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്ലാൻ വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ അഗ്നി കത്തോൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ സിസ്റ്ററെ. ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുക. കൺഫർമേഷന് വേണ്ടി ഇരിക്കുകയായിരുന്നു ബ്രദറെ. കർത്താവിന്റെ വലിയ കൺഫർമേഷൻ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് ഈ അനിത സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനിതയും സുരേഷുമുള്ള ഭവനവേദ, അനിതയും സുരേഷുമുള്ള ഒരു ഭവനത്തെ ഇതേപോലെ കർത്താവ് എന്നെ കാണിക്കുവാണ് യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റൊരു അനിതയെയും അതോടൊപ്പം തന്നെ ഒരു സുരേഷിനെയും ഭവനത്തിൽ കർത്താവ് എന്നെ കാണിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു, കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ എന്റെ വീടിന്റെ മുൻവശത്ത് താമസിക്കുന്ന വീട്ടിലെ അനിത എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അതിന്റെ ഭർത്താവ് സുരേഷ്. ഇനി ഈ പ്രാർത്ഥനയെ കൂടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രാർത്ഥന കൂടുന്ന അല്ല. ഞാൻ ചോദിച്ചോട്ടെ, എന്ന് സിസ്റ്റർ പോകരുത്, അതുകൊണ്ടൊന്ന് കൺഫേം ചെയ്തിട്ട് പോവാ. ഈ പ്രാർത്ഥനയിൽ അനിതയും സുരേഷും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കർത്താവേ പറഞ്ഞു.
ബ്രദറെ ആ ഒക്ടോബറിൽ എന്ന് പറഞ്ഞാൽ അതും എന്റെ മോൾ ഒക്ടോബറിൽ ജനിച്ച മുമ്പേ പറഞ്ഞേ. സ്വീകരിച്ചോ സിസ്റ്ററെ, ഒരേ ആലോചന വരുമ്പോൾ സ്വീകരിച്ചോണം. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ഞാനും ജീസസ്. സ്വീകരിക്കുന്നു. എന്റെ മോനും ഒക്ടോബർ മാസത്തിലോ. അയ്യോ, ഇത് അനിതയുടെ കാര്യമാണ് സിസ്റ്ററെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടിയുള്ള ആലോചനയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ ഞാനൊരു പാപ്പച്ചെന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. 70-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ഉള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഒരു 70-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തി, ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ചില വിഷയങ്ങൾ, അത് നിമിത്തം ആ കുടുംബം കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിന്, ആ വിളിപ്പേരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ 70 എന്നുള്ള പ്രായത്തിൽ ഒരു കുടുംബത്തിൻ്റെ അകത്തൊരു വ്യക്തി കറക്റ്റ് ആ പ്രായത്തിൽ മരണപ്പെട്ടു. അതിനുശേഷമുണ്ടായ ചില വിഷയങ്ങൾ, ആ കുടുംബത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുണ്ടായ വിഷയങ്ങൾ ഇന്ന് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. യേശുവേ, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകുമെന്ന വചനത്താൽ ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവ് ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോട്ടെ. പറഞ്ഞു. ബ്രദർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, പക്ഷെ അവള് നേരിട്ടല്ല, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനിത, ഭർത്താവ് സുരേഷാണ്, അവർക്ക് മക്കളില്ല, ഭയങ്കര വിഷമ അവർക്ക്. അത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് പറ, കുടുംബം ഈ ഒരു ആലോചന അയച്ചു കൊടുത്തിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ കേറിക്കോ, ദൈവം ആ ഉദരത്തെ തുറക്കും കേട്ടോ. ഓക്കെ ബ്രദർ, താങ്ക് യു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തെ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരെ, വേദന ഉള്ള ഈ ചില ഞരമ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാൻ ഇടയായി. ദൈവം എത്രയോ അത്ഭുതം ചെയ്യുന്നല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോയ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ, അദ്ദേഹത്തിന് വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഞരമ്പ് പൊട്ടി ആ പിതാവ് മരണപ്പെട്ടൊരു വാർത്ത നിങ്ങൾ ന്യൂസിലെ കണ്ടു കാണും അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ കർത്താവ്, എത്രയോ ആൾക്കാരെ നമ്മുടെ ഇടയിൽ ഇതുപോലെ വെരിക്കോസ് വെയിൻ ഇങ്ങനെ പൊട്ടാറായി നിന്ന ആളുകൾ അവരുടെ പാട് പോലും മായ്ച്ചു കളഞ്ഞ രീതിയിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കണ്ടല്ലേ. ആ കാലുകൾ ഉണ്ടായിരുന്ന കളറ് പോലും അതിന് വ്യത്യാസം വന്ന് ആ തടിച്ചും പൊട്ടാറായി നിന്നതുപോലെ അവസ്ഥയിലിരുന്ന ഞരമ്പുകൾ വെരിക്കോസ് വെയിൻ്റെ സൗഖ്യമാണ്. പെട്ടെന്ന് ആ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഇപ്പം നിങ്ങൾ ഈ സൗഖ്യം ലഭിച്ചവരും സുവിശേഷം കേട്ടവരുമൊക്കെ എത്രയോ ആൾക്കാർ നിങ്ങൾ ഓടേണ്ടതാണ്. ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ അവർ ബാധ്യസ്ഥരാണ് യേശുവിലെ. ഞാൻ ചിന്തിക്കുക, കർത്താവ്, ആരെങ്കിലും പോയി ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു സാക്ഷ്യമായി മാറേണ്ടതല്ലേ. യേശുവെ, ഇന്ന് സൗഖ്യം നടക്കുന്നവർ, അത്ഭുതം ചെയ്യുന്നവരെ, ഇനി കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്നവർ, നിങ്ങൾ പോയി പുറപ്പെട്ട് അനേകരെ വിടിവിക്കണം. പ്രാർത്ഥിക്കും. നമുക്കൊരു നഷ്ടമില്ല. ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ചിലപ്പോൾ ആ വ്യക്തി ആ നിമിഷം സൗഖ്യമായാൽ ആ വ്യക്തിയുടെ മരണം അവിടെ നീങ്ങി മാറുകയാണ്. യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ ഞരമ്പുകളുടെ ചില പ്രോബ്ലങ്ങൾ നിമിത്തം ഉണ്ടായ ചില വിഷയങ്ങൾ ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം നടക്കുക. ഞരമ്പുകൾ സംബന്ധമായ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില ഹോർമോണിൻ്റെ പ്രോബ്ലങ്ങൾ കൈയെടുത്ത് വെച്ചു, ശരീരത്തിൽ കൈയെടുത്ത് വെച്ചു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രിയരെ. ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, ഒരു പ്രതിസന്ധിയില്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്. In the name of Jesus. In the name of Jesus. Oh, thank you Holy Spirit. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കുക. ഓ യേശുവേ. എബിൻ എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവിനെ എബിൻ്റെ ഭവനത്തിൽ എബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ജോണി എന്ന് പറയുന്ന ഒരു പേര് കൂടെ ഞാൻ കാണുക. എബിൻ്റെ ഭവനത്തിൽ ജോണി എന്ന് പറയുന്ന ഒരു പേരും കൂടെ, ഇങ്ങനെ 2 പേരുകൾ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, എബിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജോണീനെയും കാണുന്നുണ്ട്. ഈ 2 വ്യക്തികളെയും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഈ 2 വ്യക്തികളെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രതികൂലം
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടു മാറിപ്പോവാന്നാണ് പറയുന്നത്. ഇന്ന് ആ കുടുംബവുമായിട്ട്, ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ കൃപ പെരുകാൻ വേണ്ടി പോവാ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മോൻ അബിനാണ് പാസ്റ്ററെ. ജോണി എന്ന് പറഞ്ഞ ആരാ സിസ്റ്ററെ? അത് ജോണി അവന്റെ ഗ്രാൻഡ് ഫാദറാ. ഗ്രാൻഡ് ഫാദർ. പിതാവ് ഇപ്പോൾ ഉണ്ടോ അതോ ഇല്ല, മരിച്ചുപോയി. മരണപ്പെട്ടു പോയി. ഇന്ന് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പിതാവിനെ ഇന്ന് വേട്ടയാടിയ ദുഷ്ടപിശാചിന്റെ മേഖലകൾ തലമുറയെ തൊടത്തില്ല. ഇപ്പോൾ യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്യുന്നപ്പ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവൻ പല്ല് കടി ചുരുങ്ങിപ്പോകും. കർത്താവെ, ഇന്ന് പിതാക്കന്മാരിലൂടെ കയറാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ പ്രവർത്തികളെ ഇപ്പോൾ ആത്മാവിൽ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇസ്രാമേൻ പറഞ്ഞ് സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ കൃപ കുടുംബത്തിൽ വെളിപ്പെടുക കേട്ടോ. ഓ ഹല്ലേലൂയ. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്ററെ, ഈ ക്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. ക്രിസ്റ്റോ ഇങ്ങനെ ഒരു പേര് അവനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ക്രിസ്റ്റിയെന്നോ ക്രിസ്റ്റോ അങ്ങനെ ഒരു പേരാണ് ഞാൻ കാണുന്നത്. ഇതുമായിട്ട് ഈ ക്രിസ്തു ഇത് കൂട്ടിയുള്ളൊരു പേരാണ്, അത് പ്രൊനൗൺസിയേഷൻ വരുന്നത് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു പേരുകാരനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. തലമുറയോടൊന്ന് ചോദിക്കണം കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവ് തൊടുന്നല്ലോ. കർത്താവ് എന്നെ ഒരു കാഴ്ച, ഒരു ഭവനത്തിൻ്റെ അകവശം കാണിക്കുക. അതായത് ഭവനത്തിൻ്റെ ഒരു നടുമുറിയിൽ ഒരു ചുവന്ന കളറിലെ, റെഡ് കളറിലെ ഒരു ടവലുണ്ടല്ലോ, തോർത്ത്, അതിങ്ങനെ ഒരു എന്തെങ്കിലും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതായത് കയറി വരുന്ന ഹോളിലല്ല, ആ ഹോള് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു മുറി പോലെയുണ്ട്. അവിടെ ഇങ്ങനെ ഈ ഒരു തോർത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന റെഡ് കളറിലൊരു തോർത്ത്, ഒരു അടയാളം ഞാൻ ആ ഭവനത്തിൻ്റെ അകം കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. ജനുവരി എന്ന് പറയുന്നൊരു മാസം ആ കുടുംബത്തിൻ്റെ അകത്തൊരു ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ നിമിഷം തന്നെ ആ ഭവനം ഏതാണോ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയാൻ വേണ്ടി പോകുന്നു. ജനുവരി മാസം എന്നുള്ളത്, ഈ വരുന്ന ജനുവരി നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാങ്ക് സംബന്ധമായിട്ടൊരു മിറക്കിൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ഞാൻ ഈ പറഞ്ഞു. അത് എന്റെ ഭവനത്തിലാണ്. അങ്ങനെ ഹോളിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ ഒരു റൂമുണ്ട്, അവിടെ തോർത്ത് ഇട്ടിട്ടുണ്ട്. പറഞ്ഞ കളറിയാണോ സിസ്റ്ററെ? റെഡ് കളർ. ജനുവരി മാസം അവിടെ ജനിച്ചിരിക്കുന്നത്? ജനുവരിയിൽ ജനിച്ചത് ഇല്ല, ജൂണാണ്. ജനുവരി എന്റെ മകളാണ് ജനുവരിയിൽ ജനിച്ചത്. എന്റെ മകള്, രണ്ടാമത്തെ മകള്. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ അടയാളം എല്ലാം. വാഷ് ബേസിൻ, അതായത് ഞാനിരിക്കുന്ന ഹോളിന്റെ ഇപ്പുറം തന്നെ ചെറുതാണ്, റൂമ പോലെയാണ്. അവിടെ വാഷ് ബേസിന്റെ അവിടെ നമ്മളൊരു ടവല്, റെഡ് ടവല് ഞാൻ കാണിച്ചു തരാം ബ്രദറിന്. ഒന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് കാണട്ടെ. സിസ്റ്റർ ഒന്ന് കാണിച്ചു തന്നെ. ഇനിയിപ്പം സിസ്റ്റർ ഇരിക്കുന്ന ഇന്ന് കർത്താവ് ഇന്ന് ആ ജനുവരി ജനിച്ചത് ആരാ സിസ്റ്റർ അവിടെ? എന്റെ മകളാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോട്ടോ. റെഡ് കണ്ടോ, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ, ഇത് ഞങ്ങൾ ഇപ്പോൾ എല്ലാം കാണാൻ വല്ല വഴി ഉണ്ടായിരുന്നോ? ഒന്നും കാണാൻ പറ്റില്ല ബ്രദറെ, ഞാൻ ഇവിടെ ഇരിക്കണല്ലേ. ഓ ഇൻ ദ നെയിം. ഈ ജനുവരി മാസത്തിലാണ് മോള് ജനിച്ചതെന്നുള്ളത് സിസ്റ്റർ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല ബ്രദറെ, ഞാൻ ഇവിടെ ഇരിക്കണല്ലേ. ഇന്ന് യേശുവിന്റെ ജനുവരി മാസത്തിന്റെ അകത്ത് നിങ്ങളെ സാക്ഷ്യം, 2 സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോവാ. ഈ ദിവസങ്ങളിൽ പിടിച്ചു വെച്ചോണ്ട് ആ ദൂത് പ്രാർത്ഥിച്ചോണം. കർത്താവ്, ജനുവരി മാസം 2026 ഞാൻ എൻ്റെ കർത്താവിൻ്റെ അത്ഭുത സാക്ഷ്യമായി തീരുവെന്ന് 2 ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി പോട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. നിങ്ങളുടെ മുറിയെ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. നിങ്ങളിരിക്കുന്ന ചിലപ്പോൾ ആ മുറിയിൽ അല്ലെങ്കിലും ആ മുറിക്കകത്ത് ആത്മാവിൽ ഇറങ്ങി വരുവാൻ കർത്താവ് സഹായിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനത് പറഞ്ഞത് അതാ, സിസ്റ്റർ ഇരിക്കുന്ന ഹോളല്ലാതെ വേറൊരു മുറിക്കകത്താണത് കാണുന്നത്.
അപ്പോൾ ആ മുറി കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളെ കർത്താവ് ഫോക്കസ് ചെയ്യുന്നപ്പോൾ ആൾക്കാർ കളിയാക്കും, ബ്രദറെ കർത്താവ് ഈ തോർത്ത് തപ്പുന്ന ആളാണോ? തമ്പുരാൻ ഓരോ അടയാളങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. തോർത്തിൻ്റെ വിഷയമല്ല, ഓരോ അടയാളങ്ങൾ. നിങ്ങളുടെ കർത്താവ് ആ വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ആഴമായ പ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ പെരുവ എന്ന് പറയുന്നൊരു സ്ഥലം, പെരുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ കാണിക്കുക. പെരുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിൻ്റെ ഭവനത്തിലേക്ക് ദൈവം തൻ്റെ പ്രവൃത്തിയെ അയക്കുവാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. പെരുവ എന്ന് പറയുന്ന കോട്ടയത്തൊരു സ്ഥലമുണ്ട്. അവിടെ പ്രിൻസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അയക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. ആ പ്രിൻസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ സ്ഥലത്തുള്ളത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ദേശത്ത് ഇളക്കുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ആരാണോ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പറഞ്ഞു ബ്രദറെ, നേരത്തെ പറഞ്ഞ ഒരു ഇത് റെഡ് തോർത്തുന്നുണ്ട്, ഒരു ഷോൾ ഉണ്ട് സെൻട്രൽ ഹാളിൽ. ഞാൻ ടവൽ എന്ന് പറഞ്ഞ റൂമിൽ കടന്നേക്കാം. എന്റെ മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 11. കേട്ട ഞാൻ ടവൽ എന്നാ പറഞ്ഞത്, ഷോളല്ല. അത് ഞാൻ ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞത് എപ്പോഴും ആലോചന നോക്കണം. അത് ഷോളല്ല, ടവലാണ് ഞാൻ പറഞ്ഞത്. എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. തോർത്തൊന്നും ഞാൻ മലയാളത്തും കൂടെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് സൗകര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഒരാലോചന, അടയാളം ഇത് വ്യക്തമായി കേട്ടോണം. നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരുന്നോണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നമ്മ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ വെളിപ്പെടുന്നല്ലോ, കർത്താവിൻ്റെ വലിയ മഹത്വം ഇപ്പോൾ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം. ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ വീട്ടിൽ നിന്നും നിങ്ങളൊരു പുതിയ വീട് വെച്ച് മാറി. ഇന്ന് ആ വീട് പൂർണ്ണ രൂപത്തിലല്ല ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പഴയ ടൈപ്പ് ഒരു വീടാണ്. ആ വീട് ഒരു പറമ്പിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ വീട് വെച്ച് മാറി. അതിപ്പം എനിക്ക് തോന്നുന്നത് വാസയോഗ്യമായിട്ടുള്ള ഒരവസ്ഥയിലല്ല ഇരിക്കുന്നത്. 12 വർഷത്തെ ഒരു കണക്കാണത് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ആൾക്കാരിങ്ങനെ നീങ്ങി മാറുന്ന കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട്. ആ സ്ഥലത്തും വീടിൻ്റെ അകത്തുമൊക്കെ. ഞാൻ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്. ആ സ്ഥലം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദൈവികമായിട്ടുള്ളൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാം. എന്തോ വലിയൊരു ഭാരം നിങ്ങളുടെ മനസ്സിലേക്ക് ആ സ്ഥലം നിമിത്തം കയറിയിട്ടുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വ്യക്തിയുടെ ഭവനം ഇപ്പോൾ തന്നെ സാക്ഷ്യമായിട്ട് മാറട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ ഒരു സ്ഥലം റിലേറ്റ് ചെയ്തൊരു ഭാരം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടാവുക ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. ഇല്ല, നമുക്ക് നന്മയായിട്ട് തമ്പുരാൻ മാറ്റും. നമുക്കതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ അത് ഏറ്റെടുത്തോണേ. കർത്താവ് നിങ്ങൾക്ക് വലിയൊരു സ്വസ്ഥത വരുത്താൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ വീര്യം പ്രവർത്തിക്കും. ആമേൻ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇതിന് കൽപ്പിക്കാൻ വേണ്ടി പോവാണേ. കണ്ണാടി വെക്കുന്നവരെ ആഗ്രഹമുണ്ടോ? കണ്ണാടിയുടെ സഹായം ഇല്ലാതെ കാണുവാൻ ഞാൻ യേശുവിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കും, യേശുവിൻ്റെ കേൾവി വർദ്ധിപ്പിക്കും. കാര്യം കുരുടന് കാണാൻ പറ്റുമെങ്കിൽ, ചെറുടന് കേൾക്കാൻ പറ്റുമെങ്കിൽ, ഊമന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എത്ര അധികം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. കർത്താവെ, ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ. ഇപ്പോൾ തന്നെ ആരോഗ്യം എൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ എൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ വേദനയാൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, യേശു എൻ്റെ വേദന ക്രൂശിൽ അനുഭവിച്ചു. യേശു ക്രിസ്തു എൻ്റെ രോഗം ക്രൂശിൽ അനുഭവിച്ചു.
കർത്താവ് അനുഭവിച്ചതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പലരും നമ്മളെ പഠിപ്പിക്കും, യേശു അനുഭവിച്ചുവെങ്കിൽ യേശു ചുമന്ന ക്രൂശിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞ് പലരും നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ക്രൂശ് ചുമന്നതിൻ്റെ കാരണം ഞാൻ ചുമക്കാതിരിക്കാൻ വേണ്ടിയാണെന്നറിയണം. യേശുവിൻ്റെ രോഗത്തെ വഹിച്ച് പലരും പറയും, നിങ്ങൾക്ക് ചെറിയ രോഗമല്ലേ ഉള്ളൂ, സാരമില്ല, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചില്ല. യേശു മരിച്ചത് ഞാൻ രോഗം ചുമക്കാൻ വേണ്ടിയല്ല, യേശുവിനെ വഹിക്കാൻ വേണ്ടിയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവിനെ പറഞ്ഞ വേദന ഇപ്പോൾ വിട്ടുമാറാം. പാരമ്പര്യ രോഗങ്ങൾ ഉദരത്തിൻ്റെ അകത്ത്, ശരീരത്തിൻ്റെ അകത്ത്, രക്തത്തിൻ്റെ മേൽ, അസ്ഥിയുടെ മേൽ, ഇന്ന് കർത്താവ് ആന്തരിക അവയവങ്ങളുടെ മേൽ പുതിയതുണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വേദന വേരോടെ പിഴുതു മാറുകയാണ്. വേദന വേരോടെ പിഴുതു മാറുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഇപ്പോൾ തന്നെ വേദനകൾ ശരീരത്തിൽ നിന്നും വേരോടെ മാറിപ്പോകുന്നു, വേരോടെ പിഴുതെറിഞ്ഞു പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടാവുക. ശരീരത്തിൻ്റെ മേൽ പുതിയത് സൃഷ്ടിക്കപ്പെടുക. ആ കാലിൻ്റെ മേൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എന്നാ മെഡിക്കൽ സയൻസ് പറഞ്ഞു തന്നു, ഇന്നതാണ് കുഴപ്പം, ഇന്നതാണ് വിഷയം, വലിയ വിഷയമാണ്, പക്ഷേ ദൈവം പറയുന്നു എനിക്കിത് നിസ്സാരമാണ്. മനുഷ്യന് അസാധ്യമെന്നാൽ ദൈവത്തിന് സകലതും സാധ്യമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ കൽപ്പിക്കുന്നപ്പ പറഞ്ഞു, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞു, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ വേദനകളെ ചുമന്നു, യേശുവിൻ്റെ മുറിവിനാൽ എൻ്റെ വേദന മാറിയിരിക്കുന്നു. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ വേദനകളെ ചുമന്നതുകൊണ്ട് ഞാൻ ഇനി വേദന അനുഭവിക്കത്തില്ല, ഞാൻ വേദന അനുഭവിക്കത്തില്ല. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അത്ഭുതകരമായ പ്രവൃത്തിക്ക് നന്ദി, അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വേദന ഇപ്പോൾ തന്നെ ശരീരം വിട്ടു മാറുക. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരത്തിലെ നീരുകൾ വറ്റുക, നീരുകൾ വറ്റിപ്പോകുക. കാലുകളുടെ മേൽ ബലം വ്യാപരിക്കുക, ശരീരത്തിൻ്റെ മേൽ ശക്തി വ്യാപരിക്കുക. ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുക, വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുക, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഓടിപ്പോകുക. ഓ കർത്താവേ, യേശുവേ, ഇന്ന് വീൽചെയറിൽ ഇരിക്കുന്നവരെ ചാടിക്കോ, എണീറ്റോ, യേശുവിൻ്റെ നാമത്തിൽ ഓടുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. ഇപ്പോൾ തന്നെ എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ പിടിച്ചു കെട്ടുന്നപ്പ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങ് തൊട്ട് പിടിപ്പിച്ച കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നീരും വേദനയും പോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഇടത് കാലിൻ്റെ ഒന്ന് കൈയെടുത്ത് വെച്ചേ, ഒന്ന് കൈയെടുത്ത് വെച്ചേ, ഒന്ന് കൈവെച്ച്, ഒന്ന് കൈവെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു ആ വേദന ക്രൂശിൽ വഹിച്ചു എന്ന് പറ. യേശു എന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞു, എന്റെ രോഗത്തിന് യേശു വില കൊടുത്തതാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിനെ അത് കൽപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ നാമത്തെ കൽപ്പിക്കുന്നപ്പ ഇപ്പോൾ തന്നെ ശരീരത്തിന് മേൽ ചൂടിറങ്ങട്ടെ അപ്പ. ആ രോഗശക്തിയുടെ മേൽ, രോഗത്തിന്റെ മേൽ, വേദനകളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കാലുകൾ കൊണ്ട് കർത്താവെ ഓടുവാനുള്ളതാണപ്പാ. കാല് തമ്പുരാൻ തന്നത് കിടക്കാൻ വേണ്ടിയല്ല കർത്താവെ, ഓടി ചാടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ വേദനയോ കൽപ്പിക്കുന്നു, കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോവുക. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ കൽപ്പിച്ച് യേശുവിനത് കൽപ്പിച്ച് കർത്താവിന്റെ അടിപ്പിണരാലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം എന്റെ മേൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം എന്റെ മേൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ സൗഖ്യം എന്റെ മേൽ വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, 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 ആമേൻ. കൈയെടുത്ത്
ഒന്ന് ചെക്ക് ചെയ്തേ, എന്നാ പറ്റിയത് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ട് പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് തൊട്ട് നോക്കിയേ. വേദന വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചവർ മാത്രം ആമേൻ പറഞ്ഞ് സൈലന്റ് ആയിപ്പോയി നിങ്ങൾ. ഇനി പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിച്ചിട്ട് എന്നാ സംഭവിച്ചത്? വേദന കുറഞ്ഞു, വേദന കുറവുണ്ട്. അടുത്തയാള്. അടുത്തത്. നടക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? നീരിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. വേദന മുള്ളു പോലെ നിന്ന ഭാഗം ഒന്ന് അകത്തോട്ട് ആയ കണക്കുണ്ട്, ഉപ്പുറ്റിന്റെ തൊട്ട് മേലെ. ഇപ്പൊ അങ്ങനെ അകത്തോട്ട് പോയതായിട്ട് തോന്നുവാ, മുള്ളു പോലെ തോന്നുന്നു. എന്നാണ്. സ്വോത്രം. അടുത്തയാള് ചെക്ക് ചെയ്ത കാലൊക്കെ തിരിച്ചും മറിച്ചു നോക്കുന്നു. എണീറ്റ് നോക്കി, വെറുതെ ഇരിക്കാന്ന് എണീറ്റ് നോക്കി. അയ്യായിരുന്നു. ഇപ്പൊ മുട്ട് മടക്ക ഒരു പ്രശ്നമില്ല ഇപ്പൊ. യേശുവിന്റെ നാമത്തിൽ. എന്നോട് കർത്താവ് ഉള്ളതിൽ പറഞ്ഞാണ്, ഈ ഇടത് കാലിന്റെ മേൽ രോഗം ഇട്ടുകൊണ്ട് കിടത്താൻ നോക്കുന്ന പിശാശ് അവന്റെ പ്രവർത്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി. അതാ ധൈര്യം. ഞാൻ കിടക്കുക ബ്രദറെ, എനിക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഈ കിടന്നോണ്ടാ ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ബ്രദറെ. എന്റെ കാല് നിലത്ത് കുത്തത്തില്ല, അത്ര മാത്രം നീരും വേദന ഇരിക്കുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കൈ എടുത്ത് വെച്ചിട്ട് കൽപ്പിച്ചിട്ട് ചാടി നടന്നോ കേട്ടോ. ഇനി കിടക്കണ്ട. ഇനി കിടക്കാൻ പറ്റത്തില്ല നമുക്ക്. ബൈബിൾ പറയുന്ന മുടന്ന് പിന്നെ ഭിക്ഷയാലിക്കാൻ പറ്റത്തില്ല. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ. ഈ മകേഷ് എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി, ആ വ്യക്തിയുടെ കണ്ണുകളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറഞ്ഞ മഹേഷ് എന്ന് പറയുന്ന തലമുറയുള്ള ആ കുടുംബവേദ, മഹേഷ് എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തികളുടെ മേൽ ഇന്ന് കണ്ണിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ആ കുടുംബം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കണ്ണുകളുടെ മേൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ സമയത്ത് വേദനകൾ മാറിയവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. വീടിന്റെ അപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ വന്നേ, ചേച്ചി കൈവേദനയായിട്ടാ വന്നേ. ഇപ്പൊ ചേച്ചി കൈവേദന മാറി ബ്രദർ, സ്തോത്രം. ഇപ്പൊ വേദന ഇല്ല അവിടെ? ഇല്ല. യേശുവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്ത്. എന്റെ കാലിന്റെ മുട്ടിന്റെ വേദനയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു ഉച്ചക്കെല്ലാം. ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഇല്ല, ഇപ്പൊ വേദനയില്ല. ഭയങ്കര വേദനയായിരുന്നു ഉച്ചയ്ക്ക്, എനിക്ക് ഭയങ്കര വേദനയായിരുന്നു മുട്ടിനങ്ങ്. രോഗശക്തി വിട്ടുമാറിയിരിക്കുന്നു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. കർത്താവ് സഹായിക്കട്ടെ. ബ്രദറെ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു ബ്രദറെ. ഞാൻ ഇന്നലെ നമ്മുടെ UK മീറ്റിംഗ് ആരാധനയ്ക്ക് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് മസാജ് ചെയ്തിട്ട് ഇരുത്തിയ സമയത്ത് അമ്മ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പെടലി അങ്ങ് ഒടിഞ്ഞു. ഈ കോഴിയുടെ കഴുത്ത് ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുന്നത്. ഞാൻ ഓടിച്ചെന്ന് കഴുത്തെ പിടിച്ച് ഇങ്ങനെ വെള്ളമെല്ലാം വായിക്കൂടി ഒടുങ്ങുവാണ്. ഞാൻ അന്നേരം യേശുവിന്റെ അടിപ്പിണ്ടാൽ എനിക്ക് അമ്മയ്ക്ക് സൗഖ്യം കൊടുത്ത് ഇനി ഓർത്ത് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ശരിയായേ. ഞാൻ നല്ലോണം പൂർണ്ണ വിടുതൽ കിട്ടി അമ്മയ്ക്ക്. ഞാനിപ്പോ ഈ 10 വർഷമായി ഞാൻ ഈ സ്ഥാനപ്പെട്ടിട്ട് ഇന്ന് ആരെയും ഈ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ട് ഇപ്പൊ ഒരു 6 മാസമായപ്പോ മുതൽ എനിക്കിപ്പോ മനസ്സിലായി ദൈവത്തിന്റെ വചനം എങ്ങനെ പറയണമെന്നും പ്രാർത്ഥിക്കണമെന്നും മനസ്സിലായി. അത് കാരണം ആരെ കണ്ടാലും രോഗികളെ കണ്ടാൽ ഞാനിപ്പോ പ്രാർത്ഥിക്കും. അന്നേരം യേശുവിന്റെ അടിപ്പിനുള്ള സൗഖ്യം തന്നതിനെ ഓർത്ത് സ്വോത്രം പറയുവേ. അങ്ങനെ എനിക്കിപ്പോ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 6 മാസം. ഇത് വലിയൊരു കൃപയാണ്. 10 വർഷമായിട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ട് ആൾക്ക് ധൈര്യമില്ലായിരുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഇപ്പൊ എല്ലാ ദിവസവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വചനത്തിന്റെ ഉറപ്പിലും ധൈര്യത്തിലും ഇതാണ് മാനസാന്തരം. ക്രിസ്തുയേശുവിനെ അനുഗമിക്കുന്നു, ദൈവരാജ്യം പറയുന്നു, രോഗികളെ വിടുവിക്കുന്നു, മറ്റുള്ളവർക്ക് വേദനയിൽ നിങ്ങൾ കരുണ കാണിക്കുന്നു. ഇതാണ് സുവിശേഷം, ഇതാണ് മാനസാന്തരം.
ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി സൗഖ്യം ലഭിച്ചവർ ചെക്ക് ചെയ്തേ, ചുമ്മാ ഇരിക്കരുതേ. ആ കയ്യോ കാലോ വേദന എന്താണ്, മുഴകൾ വിട്ടുമാറിയിരിക്കുന്നു, ആ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നവർ ഒന്ന് കണ്ണാടി വിട്ട് വായിക്കാൻ നോക്കിക്കേ. ആ ജീവിതകാലം മുഴുവൻ കണ്ണാടി വെച്ച് നടക്കാമാണോ? ആ വായിച്ചു, പറഞ്ഞു പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഷോൾഡർ പെയിൻ ആയിട്ട് സൗഖ്യം കിട്ടിയതായിരുന്നു. ഇന്നിപ്പം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ ഭാഗത്തിന് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പിന്നെ അതിനുശേഷം ഇല്ലായിരുന്നു. ഇന്ന് അന്യഭാഷയുടെ പ്രയറിൽ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് വേദന തുടങ്ങിയായിരുന്നു. ഇപ്പം ആ പ്രയർ ചെയ്തപ്പോ അത് കംപ്ലീറ്റ് വിട്ടുപോയി. ഓ സ്വോത്രം കർത്താവ്, ഇനി മേലാ വരത്തില്ല കേട്ടോ. ആ രോഗത്തിന്റെ ശക്തിയെ പിടിച്ചു കെട്ടിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എന്തോ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചപ്പോഴേ ഷോൾഡർ പെയിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു, കൈക്ക് വേദന, അതുപോലെ തന്നെ നമുക്കിങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ നമ്മുടെ തലയുടെ അടി കൈ വെക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പം ചവിട്ടുന്നിടത്തേക്ക് ഉപ്പൂറ്റി ഇങ്ങനെ കല്ല് കുത്തുന്ന വേദനയായിരുന്നു. പക്ഷെ അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്റെ വീട്ടിലെ പണികൾ ചെയ്യാനും നടക്കാനും പ്രാർത്ഥിക്കാനൊക്കെ കൃപ കിട്ടി. എത്ര നാള് ബുദ്ധിമുട്ടുണ്ടായിരുന്ന? എനിക്കുണ്ടല്ലോ പാസ്റ്റർ, ഇങ്ങനെ എനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാത്രിയില് എനിക്ക് എന്റെ വീടിന്റെ അകത്ത് ഒരു കുഴപ്പമുണ്ട്. ഈ രാത്രിയിൽ ഇങ്ങനെ ഈ തിന്മയുടെ ശക്തികൾ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ പീഡിപ്പിക്കും, വന്നിട്ട് എന്റെ മുടി മുറിച്ചു മാറ്റുക, എന്റെ കൈയും കാലും ഒക്കെ ഉപദ്രവിക്കുക, അങ്ങനെ ഒത്തിരി ഉപദ്രവങ്ങൾ ഒരു 4.5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുക പാസ്റ്ററെ. ഈ വേദന അങ്ങനെയായിരുന്നു 4.5 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പോഴാണ് ഇത് കൂടുതൽ. ഇപ്പം പാസ്റ്റർ നേരത്തെ പ്രാർത്ഥിച്ചപ്പോ ഇടതുകാലിന്റെ കാര്യം പറഞ്ഞതും ഞാൻ കിടക്കയിലായിരുന്നു. എനിക്ക് എന്റെ ഇടതുകാലിനായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടെത്തിക്കുകയാണ്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയത്, ഞാനിപ്പം ദൈവത്തിന് എത്ര നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ ദൈവം കൊണ്ടുപോകുന്നത് ഈ ഗ്രൂപ്പിൽ. ഇപ്പൊ സിസ്റ്റർ എങ്ങനെയുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്റർ, നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വന്നിട്ട് എനിക്ക് ഒരു ശകലം പോലും നടക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്നുകൊണ്ടായിരുന്നു ഈ ക്ലാസ് കേട്ടോണ്ടിരുന്നത്. ഇനി പറഞ്ഞോണം കർത്താവ് തൊട്ടിരിക്കുന്നു. ഇനി പറഞ്ഞോണം എന്റെ വീട് കർത്താവിന്റെ ഭവനമാണ്, എന്റെ ശരീരം കർത്താവിന്റെ ശരീരമാണ്. പറഞ്ഞോണം എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, എന്റെ ഭവനം കർത്താവിന്റെ ഭവനമാണ്. ഇനി മുടി മുറിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഒരു പിശാചും കേരളത്തില്. പറഞ്ഞോണം ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പറഞ്ഞോണം കേട്ടോ. ഇത് പറയുമ്പോൾ ഈ വചനത്തിന്റെ അകത്തിരിക്കുന്ന ശക്തി വെളിപ്പെടും. നമ്മൾ പറയാത്തോണ്ടാ. ഇനി മുതൽ പറഞ്ഞോളാം, ഇനി എന്റെ മുടി മുറിക്കാനോ എന്നെ ഉപദ്രവിക്കാനോ ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. ലൂക്കോസ് 10:19 ഒന്നും ഒരിക്കലും ഒരു ദോഷം. ഇത് പറയണം നിങ്ങൾ. ഇത് പറയുമ്പോഴാണ് ഈ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് റിലീസ് ആകുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഭവനത്തിന്റെ മേലെ അത് തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ്. ഇപ്പം ദിവസമൊക്കെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രിയ സഹോദരി പറഞ്ഞത് മുട്ട് കുത്താൻ പറ്റാത്ത രീതിയിൽ വേദനയായിരുന്നു, കിടന്നുകൊണ്ടാണ് കേട്ടോണ്ടിരുന്നത്. പക്ഷെ യേശു സൗഖ്യമാക്കി, ഇപ്പൊ വേദനയില്ല. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും വേദനയെന്ന് വിട്ടുമാറിയവര്, പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവര് പറഞ്ഞു സിസ്റ്ററെ. കാലിന്റെ ഉപ്പുറ്റിയുടെ തൊട്ട് മേളി മുള്ളു പോലെ കൂർത്തിരിക്കുകയായിരുന്നു, നീരും ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ നീര് പറ്റിയിട്ടുണ്ട്. തൊടാൻ പറ്റില്ലായിരുന്നു, തൊടുമ്പോ ഭയങ്കര വേദനയായിരുന്നു. വേദനയില്ല. ഓ, ഇത് വലിയൊരു അത്ഭുതം. നീര് പറ്റിപ്പോയല്ലേ? ഓ, ഇത് വലിയൊരു സാക്ഷി കേട്ടോ. നിങ്ങൾ കേട്ടെ. മുള്ളു പോലെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു, അതുപോലെ നീരും ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ നീര് വറ്റിപ്പോയി. നീരങ്ങനെ പെട്ടെന്ന് വറ്റുന്നതല്ല, നമുക്കറിയാം അല്ലേ. നീര് വറ്റണമെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഫോളോ ചെയ്യണം. പക്ഷേ കർത്താവ് ഇന്ന് തൊട്ട കൃപയ്ക്ക് നന്ദി. അനാവശ്യമായിട്ട് ഇപ്പൊ സംസാരിക്കരുത്. സാക്ഷ്യമുള്ളവർ മാത്രമേ പറയാവുള്ളേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി പറഞ്ഞു, മുള്ളു പോലെ ഉപ്പിയുടെ മുകളിൽ നിൽക്കുമായിരുന്നു, നീരുണ്ടായിരുന്നു. യേശു തൊട്ട് നീരും പറ്റി, വേദനയും പോയി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ അങ്ങക്ക് നന്ദി അപ്പ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു സാക്ഷിയുള്ള ബ്രദറെ. ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിലെ മിനിനെ പരിശുദ്ധാത്മീന്റെ ഭവനത്തെ പരിശുദ്ധാത്മ കരകയറ്റെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിലാന്ന് പറഞ്ഞ. ജൂലൈ മാസത്തിൽ ഒരു മിനി എന്ന് പറഞ്ഞ ഞാൻ ജൂലൈ മാസത്തിൽ ജനിച്ചേ. ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ ആലോചന മുറുകെ പിടിച്ചോണം, പിടിച്ചു വെച്ചു അതിന്റെ മേലെ യേശുനാമത്തിൽ പ്രഖ്യാപിച്ചു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.
സാക്ഷ്യമുള്ളവർ ബ്രദറെ മാത്രം ഇന്ന് ഒരു മയക്കുമരുന്ന് കാര്യം കൂടി ബ്രദറെ, പറഞ്ഞു. എനിക്ക് കുറെ ആലോചനകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ 3 ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ മുഴുവനാവുന്നില്ല. അവര് വന്ന് പിന്നെ അവര് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്ങനെ പോവണത് അങ്ങോട്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു, വിശുദ്ധാത്മാവെ എന്നെ ഈ ദുരവസ്ഥയിൽ ഒന്ന് കരകയറ്റി തരണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ദൂത് ഇന്നലത്തെ ഈ ദൂത് ശനിയാഴ്ച ഈ ദൂത് കിട്ടുന്നത്. ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ, ആ പ്രവചനാലോചന സ്വീകരിച്ചോണം. ദൈവം അത് നിവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എന്റെ മോൻ UK-ലായിരുന്നു. അവന് വിസ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. 8 മാസമായിട്ട് വിസ കിട്ടാതെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം മോന് വിസ കിട്ടി. മോന്റെ വൈഫിനും കഴിഞ്ഞ വെള്ളിയാഴ്ച വിസ കിട്ടി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് വലിയൊരു വിഷയത്തിനകത്തിരിക്കുമായിരുന്നു. കർത്താവ് കൊടുത്ത വലിയ അത്ഭുതം. അത് മാത്രമല്ല, ഡിസംബർ 20 UK-യിൽ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന രാവിലെ 11 മണി മുതൽ 1 മണി വരെ നടക്കുന്നു. 2 മണി മുതൽ 4 മണി വരെ പ്രൊഫറ്റിക് ആർട്ട് ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, ഏതെങ്കിലും ബന്ധനത്തിന്റെ അകത്ത് ആകപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 20 ഈസ്റ്റ് ഹാം, അതിന്റെ പോസ്റ്റ് ഞാൻ നാളെ കാണിക്കാം. ഈ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. 20 ഡിസംബർ 20 ശനിയാഴ്ച രാവിലെ മുതൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു പദവിയാണത്. പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളത് വലിയ ശുശ്രൂഷയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ലീവ് എടുക്കുക. ലീവില്ല എന്ന് പറയുന്നതിന് അവസരങ്ങൾ പാഴാക്കരുതേ. ദൈവനാമത്തിൽ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരമാണ്. അന്യഭാഷയിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് വരിക. രാവിലെ മുതൽ ഇനി ബ്രദറെ എനിക്ക് അന്യഭാഷ വരവില്ല, പക്ഷേ കൂടണമെന്ന് ആഗ്രഹമുണ്ട്, രാവിലെ ഇങ്ങ് പോന്നു. രാവിലെ മുതൽ പ്രാർത്ഥന നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. ഹീലിംഗിന്റെ പ്രാർത്ഥനയുണ്ട്, രോഗസൗഖ്യത്തിന്റെ വിടുതലിന്റെയും പ്രാർത്ഥന ഉണ്ട്. പ്രവചന ശുശ്രൂഷ ഉച്ച കഴിഞ്ഞത്തേക്കാണ്. ഇനി അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് എനിക്ക് അറിയത്തില്ല. ദൈവം നമ്മുടെ കൺട്രോളിലല്ല, എല്ലാം പരിശുദ്ധാത്മന്റെ കൺട്രോളിലാണ്. ദൈവം എങ്ങനെ നടത്തുന്നു അതുപോലെ അങ്ങ് പോട്ടെ. 20 നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന കണ്ണൂര് നടക്കുന്നത് 27 കണ്ണൂര് അന്യഭാഷ പ്രാർത്ഥന നടക്കുന്നു. അതിൽ പങ്കുചേരുക. തിരുവനന്തപുരത്ത് നമ്മൾ ഈ മാസം തന്നെ വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ സഹോദരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ആമേൻ. സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സാക്ഷ്യമുണ്ട് പറഞ്ഞോട്ടെ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. അന്നേരം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ, ഡൈനിങ് റൂമിലെ ആ നടുക്കുള്ള മുറിയില് ഒരു ടൗല് കിടപ്പുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 10 ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അത് ഞാനും ഏറ്റെടുക്കുന്നു. സിസ്റ്റർ, അത് ജീവനുള്ള, അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു കുടുംബത്തിന്റെ അകത്ത് ആ വ്യക്തി, അതിന്റെ ആ ജനുവരി ജനിച്ച വ്യക്തി അതിന്റെ ഒരു സാക്ഷ്യം കാണാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് കേട്ടോ. ആ കുടുംബത്തിൽ ആ കണ്ട അടയാളമുള്ള ആ ടൗല് കിടക്കുന്ന ഭവനത്തിന്റെ അകത്ത് ജനുവരി മാസത്തിൽ ജനിച്ച വ്യക്തി സാക്ഷ്യം കാണാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് കേട്ടോ. ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, ജീവനുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. പറഞ്ഞു. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു സഹോദരിയോട് ബ്രദർ ചോദിച്ചായിരുന്നു. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചായിരുന്നു. മനസ്സിലായില്ലോ എന്നത്തെ കാര്യം ബ്രദറെ? ഒരു രണ്ട് ദിവസം മുമ്പ്. പിന്നെ വൈകിട്ട് പ്രയർ നടന്നില്ലായിരുന്നു. അപ്പൊ സഹോദരിയോട് ഈ അന്യഭാഷ പ്രാർത്ഥന ചോദിച്ചായിരുന്നു. എന്നെ പോലെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. സഹോദരിമാരോട് ചോദിച്ചായിരുന്നു വെളിപ്പെട്ട് കിട്ടിയോ. അപ്പൊ അന്നൊരു സഹോദരി പറഞ്ഞായിരുന്നു, എന്നെ പോലാണ് ഒരാളുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടു, രോഗിയാണ്, പിന്നെ ഒരു ആത്മഹത്യ ചിന്താതിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനത് അങ്ങനെ എനിക്കൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്റെ ഈ പൈസ എല്ലാം നഷ്ടപ്പെട്ടു എന്റെ. തീർച്ചയായും. അതായത് വെള്ളിയാഴ്ച മീറ്റിംഗ്, നമ്മൾ വെള്ളിയാഴ്ച മീറ്റിംഗിൽ അതെ സുവിശേഷകർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ സുവിശേഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു സഹോദരിയുടെ മേൽ നമ്മൾ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സമയത്ത് ഒരു സഹോദരിക്ക് അത് വെളിപ്പെട്ടായിരുന്ന ഒരു വ്യക്തി പൈസയൊക്കെ നഷ്ടപ്പെട്ട് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു പറഞ്ഞു. അതാണ് ഇപ്പൊ സഹോദരൻ പറഞ്ഞ ആലോചന അല്ലേ? ഇന്ന് അത് ഏറ്റെടുത്തോ കേട്ടോ. ആ സഹോദരിക്ക് കർത്താവ് വെളിപ്പെടുത്തിയതാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചന വരം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പൊ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. ആ വ്യക്തിയെ പറ്റി സഹോദര നിങ്ങൾ തമ്മിൽ വല്ല പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും?
ആ സഹോദരി അറിയാവോ? ഒന്നുമില്ല. ഒരു ഇല്ലില്ല, വരി അറിയത്തില്ല. കണ്ടോ? നിങ്ങൾ കേട്ടെ, കർത്താവ് തൊട്ടത് കണ്ടോ? ഞാൻ ഈ സുവിശേഷ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഇത് വന്നിരിക്കുന്നത്, വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. കാരണം എനിക്ക് എന്റെ അണ്ടർഡാമിൽ ഒരു മുഴ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ രോഗം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രശ്നം, എല്ലാ പൈസയും നഷ്ടപ്പെട്ടു, ആപ്പടെ എങ്ങനെ ആയല്ലോ. അപ്പൊ അതാണ് സഹോദരിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അത് വലിയൊരു സാക്ഷ്യം. അപ്പൊ ഇനി ഭയം വേണ്ട. അത് ആ സഹോദരിയും ബ്രദറും തമ്മിൽ കാണാൻ ഒരു പരിചയമില്ല. കാര്യം ഇപ്പൊ ഞാനും ഓർക്കുന്നില്ല, ഏത് സഹോദരി ആലോചന പറഞ്ഞത് പോലും ദൈവം ആ ഉള്ളത്തിൽ പ്രവചനവരം തുറന്നതാണ്. ആ സഹോദരി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പൊ ഇനി പേടിക്കണ്ട കേട്ടോ. കർത്താവ് പറഞ്ഞോണം, വചനം പറഞ്ഞോണം, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, മാത്രമല്ല ഞങ്ങൾ ജീവനോടെ ഇരുന്ന് ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, രോഗത്തിന് എന്റെ മേൽ ജയമില്ല, പൂർണ്ണ സൗഖ്യം ഞാൻ കാണും, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, ഗോഡ് ബ്ലസ് യു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളൊരു? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു. എന്റെ ലീന പീറ്റർ ബ്രദറെ. ഒരാഴ്ച മുന്നേ ഒരു ശക്തമായ ഒരു മഴ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിലെ. അപ്പോഴത്തേക്കും നമ്മുടെ മഹാഗണിയുടെ ഒരു കമ്പ് നമ്മുടെ ഷീറ്റിന്റെ പുറത്തോട്ട് വന്ന് വീണേ. എന്നിട്ട് അത് പൊട്ടിപ്പോയി. അതിന്റെ ചെറുതായിട്ടൊരു പൊട്ടലുണ്ടായേ. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്റെ കുഞ്ഞും എന്റെ അമ്മയും കൂടെ കൂടി ഈ വീടിന്റെ അകം മുഴുവൻ നനഞ്ഞ്, അമ്മയുടെ ബെഡെല്ലാം നനഞ്ഞ് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നേ. ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു എന്താ ചെയ്യേണ്ട എനിക്ക് അറിയില്ല. അതുപോലത്തെ ഒരു ഭാരം എന്റെ ഉള്ളിലുണ്ടായി ബ്രദറെ. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിലൊരു മാറ്റം എന്റെ ദൈവം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. പക്ഷെ ഇന്ന് നമുക്ക് ശക്തമായൊരു മഴയുണ്ടായി ഇവിടെ. പക്ഷെ ഒരു തുള്ളി വെള്ളം ഈ വീടിനകത്ത് വീണില്ല ബ്രദറെ. അതൊരു വലിയൊരു സാക്ഷ്യമായി ഞാൻ കാണുകയാണ് ബ്രദറെ. ഞാൻ ഈ റൂമിൽ കേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു കർത്താവിന്റെ ആ സ്നേഹം. ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഈ ഷീറ്റ് മാറാനോ ഒന്നും പോയില്ല. പക്ഷെ ഒരു തുള്ളി വെള്ളം വീടിനുള്ളിൽ കടക്കാൻ ദൈവം സമ്മതിച്ചില്ല ബ്രദറെ. ഇത് വലിയൊരു സൂപ്പർ നാച്ചുറൽ അത്ഭുതമാണ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ ഷീറ്റിന്റെ അകത്ത് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, വെള്ളം വന്നെങ്കിൽ ഒന്നെങ്കിൽ ഷീറ്റ് മാറ്റണം, അല്ലെങ്കിൽ അത് ഒട്ടിക്കണം. സഹോദരി പറയുകയാണ്, ഇപ്പൊ മഴ പെയ്തു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അതിനുശേഷം ഒരു തുള്ളി വെള്ളം വീടിന്റെ അകത്ത് വന്നിട്ടില്ല. അല്ലേ സിസ്റ്ററെ? ഇത് കർത്താവിന്റെ അത്ഭുതമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മളൊരു സാധാരണക്കാരല്ല. നിങ്ങളുടെ ഇരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കണം. എല്ലാവരോടും ഞാൻ പറയുവാണ്, വചനം പറയുക, വചനം പറഞ്ഞ് 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 ദൈവപ്രവൃത്തികളെ ഉണ്ടാക്കിയെടുക്കുക. ആമേൻ. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു സിസ്റ്ററെ. പിന്നെ എന്റെ മോന് വേണ്ടി ഞാൻ ഇന്നാള് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു, കുവൈറ്റിലിരിക്കണ കാലുവേദനയായിട്ട്. അപ്പൊ അന്ന് തന്നെ അവനാ നീര് കുറഞ്ഞ്, പക്ഷെ ഇപ്പോഴും ചൊറിച്ചിലുണ്ടെന്ന് പറയണ, നീര് ശേഷം മാറിപ്പോയെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തെ കർത്താവ് നീര് വറ്റിച്ചെങ്കിൽ ഇനി ആ ചൊറിച്ചിൽ അവൻ ഉണ്ടാകത്തില്ല കേട്ടോ. അവിടെ പറയണം, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, പ്രാർത്ഥനയിൽ കൈക്കൊള്ളാൻ പറ കേട്ടോ. വലിയ സാക്ഷ്യമായിട്ട് മാറും. അതുപോലെ ബ്രദറെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റും ബിപിയും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ശരീരം മൊത്തം വേദന, രണ്ട് കാലിലും കഴപ്പും വേദന സഹിക്കാൻ വയ്യാതെ ഉള്ള നീറ്റലും പെരുപ്പുമാണ്. സിസ്റ്റർ, ഇന്നു മുതൽ പറഞ്ഞോണം, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. എന്റെ കൂടെ പറഞ്ഞോണം, യേശുവിന്റെ ഇങ്ങനെ പറ, യേശുവിന്റെ ക്യാൻസർ വഹിച്ചു എന്ന് പറ. യേശുവിന്റെ ക്യാൻസർ ക്രൂശിൽ അനുഭവിച്ചു. ബൈബിൾ പറയുന്ന കർത്താവിന്റെ അടിപ്പിണരാൽ എന്റെ ക്യാൻസർ മാറിയിരിക്കുന്നു പറഞ്ഞോണം. ഇത് നിർത്താതെ പറഞ്ഞോണം, നിർത്താതെ പറഞ്ഞോണം, എപ്പോഴും പറഞ്ഞോണം. കർത്താവ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പ്രിയമങ്ങളുടെ ക്യാൻസർ യേശു ക്രൂശിൽ വഹിച്ചതാണ്. അപ്പൊ സാക്ഷാൽ യേശു ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് വചനം. അതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ട്, അതിൻ്റെ അകത്ത് ട്യൂമർ ഉണ്ട്, അതിൻ്റെ അകത്ത് വേദനകളുണ്ട്. യേശു വഹിച്ചെങ്കിൽ ഞങ്ങൾ ചുമക്കത്തില്ല. യേശു വഹിച്ചതുകൊണ്ട് ഞങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചുമന്നത് ഞങ്ങൾ ചുമക്കാതിരിക്കാൻ വേണ്ടിയാ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി രോഗം ശീലിച്ചത് ഞങ്ങൾ രോഗിയായിരിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ക്യാൻസർ സാക്ഷ്യമായി തീരും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവാണ്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ, ചാടി പറഞ്ഞാട്ടെ. ബ്രദർ, ഒരു പ്രാർത്ഥന പറഞ്ഞോട്ടെ. മോന്റെ പിറന്നാളായിരുന്നു ഇന്നലെ 7-ാം തീയതി. 39 വയസ്സായി. ഓന് വിവാഹം നടന്നിട്ടില്ല, മാനസാന്തരവും വേണം.
കർത്താവ് അത് അത്ഭുതമായി ചെയ്യും. ബ്രദർ സിസ്റ്റർ ഇന്ന് മുതൽ പറഞ്ഞു എന്റെ തലമുറ ഞാൻ അനുഗ്രഹം കാണും. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ പ്രയർ ലൈൻ നമ്പറിലേക്ക് അയക്കുക ഈ സമയത്ത്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവരെയും പ്രയർ റിക്വസ്റ്റ് എടുക്കാൻ ഓൾറെഡി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. അത് മാത്രമല്ല പ്രയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾ ഇതിലോട്ട് അയക്കുക. കർത്താവ് സഹായിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാണ്. ബ്രദറെ, പറഞ്ഞു. ഞാൻ കോഴിക്കോടാണ്. കണ്ണൂര് അന്യഭാഷ പ്രയർ എവിടെയാണെന്നൊന്ന് പറയോ സിസ്റ്ററെ? കണ്ണൂർ 27-ാം തീയതിയാണ്. സ്ഥലം ഒന്ന് ആരെങ്കിലും ഒന്ന്, ഞാനത് പോസ്റ്റർ നാളെ നിങ്ങൾക്ക് ഇട്ടുതരാം. അതിന്റെ ലൊക്കേഷനും എല്ലാം. സഹോദരങ്ങൾ ആർക്കെങ്കിലും അത് അറിയാവുന്നവര്, ഞാനത് എനിക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പോസ്റ്റർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സിസ്റ്ററെ, ആരല്ലേ കണ്ണൂരുള്ളവരൊന്ന് പറഞ്ഞു. ബ്രദറെ, അത് പിന്നെ ചേംബർ ഓഫ് ഹോളാണ്, കാർടെക്സ് അല്ലേ? ചേംബർ ഹോളിലാണ് അല്ലേ? കാർടെക്സ് നമ്മുടെ എന്താ പറഞ്ഞത് അപ്പൊ പറഞ്ഞ പോലെ ഹോളിലാണ്, ടൗണിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് നാളെ എല്ലാത്തിന്റെയും പ്രയറിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, പോസ്റ്റർ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രയർ ലൈൻ നമ്പർ അവിടെ കാണാൻ പറ്റും. അതിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, കർത്താവ് സജിത സിസ്റ്റർ അത് ഇട്ടിട്ടുണ്ട് അവിടെ അഡ്രസ്സ്. നിങ്ങൾക്ക് അവിടെ വേണേൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അവിടെ കമന്റ് ബോക്സിൽ, സൂമില് കമന്റ് ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. നാളെ ഞാനത് നോക്കി കാണാൻ പറ്റുന്നുണ്ട് അഡ്രസ്സ്. ആ പോസ്റ്ററിന്റെ അഡ്രസ്സ് ഉണ്ട്, സ്ഥലത്തിന്റെ അഡ്രസ്സ് ഉണ്ട്. നോർത്ത് ബലവാർ ചേംബർ ഓഫ് കൊമേഴ്സ്, ഓക്കെ, തലശ്ശേരി റോഡ്. ഇത് അഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക, നോക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ബാക്കി സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു അവസരമാണെന്ന് പറഞ്ഞു കേട്ടില്ല. വേദനകൾ, മുഴകൾ നിന്നവര് യേശുവിനെ, അപ്പൊ ഇത് കേൾക്കുന്ന അനേകര് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് ഒരു അവസരമാണ്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ അതിന് മുമ്പായിട്ട് കർത്താവിന്റെ വേലയിൽ നേരത്തെ പറയേണ്ടതായിരുന്നു. കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുക. ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. ജനുവരി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഹോളുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. നന്മ നമുക്ക് കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കേണ്ടതാണ്. വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ശേഷിപ്പുകൾ മാറ്റിവെക്കുക. ജോലിയിൽ ഇന്നു മുതൽ ഒരു ശേഷിപ്പ് മാറ്റിവെക്കുക. ഏപ്രിൽ മാസത്തിൽ കർത്താവെ വലിയ കൊയ്ത്തിന് വേണ്ടി ഞങ്ങൾ വിതയ്ക്കുവാണ്. ആത്മാക്കൾ കൊയ്തെടുക്കും. അനേക രോഗികൾ അവിടെ സൗഖ്യമാകും. കർത്താവ് പ്രവചനത്തിലൂടെ ബന്ധനങ്ങളെ അഴിക്കും, കെട്ടുകളെ പൊട്ടിക്കും. അവരുടെ ജീവിതം സ്വാതന്ത്ര്യമാകും. അനേക തലമുറകൾ ജീവനിലേക്ക് വരും. അനേകർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരും. അതിനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിക്കും. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ ജോലിയിൽ, ബിസിനസ്സിലെല്ലാം വർധനമുണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയട്ടെ. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നിങ്ങൾ വാലല്ല തലയത്രേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതിലേക്ക് നിങ്ങൾ വിതയ്ക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ആ കാര്യങ്ങളെ. ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥന കണ്ണൂരും തിരുവനന്തപുരത്തും കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. ഹോളുകൾ ബുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ മാറ്റം. രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരിക. അവിടെ പറയണം, കർത്താവ് അവർക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം നമ്മുടെ ഡിസംബർ 20 അന്യഭാഷ പ്രാർത്ഥന ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ നടക്കുന്നു. 27-ാം തീയതി കണ്ണൂരിൽ അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. അതിൽ പങ്കുചേരുക. വൻ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. UK നമുക്ക് ഈസ്റ്റ് ഹാമിൽ ഞാനിവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വരിക. അവിടെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. വൻ പ്രവർത്തികളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. വലിയ കാര്യങ്ങളെ ചെയ്യുക. ലീവ് എടുക്കുക. എനിക്കറിയാം ലീവ് ഇല്ല. ഒരവധി വിളിച്ചു പറയുക. എമർജൻസി ലീവ് എടുക്കുക. അവധി ഇല്ലാത്തവർ എമർജൻസി ലീവ് എടുക്കുക. ലീവ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമാണ്, നമ്മൾ ഓടി ലീവ് എടുക്കും അല്ലേ? അയ്യോ, അങ്ങനെയില്ല. നമ്മൾ ഇവിടെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ ലീവ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദേശത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക്